പാനയക്കുളത്തെന്ന് പറഞ്ഞു. ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്. കാലിൻ്റെ അണ്ണക്കാലിന് ഞാൻ അബ്ദുൽ ഖാദർ, തൃശ്ശൂർ ചന്ദ്രാപിയിൽ. ഞാനൊരു 10 കൊല്ലം മുമ്പേ തണ്ടലിന് ഓപ്പറേഷൻ വെച്ചാണ് ഡിസ്ക് L4, L5, L2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പുറത്താണ്. ആകെ നരമ്പൊക്കെ നാശകോശമായിരുന്നു പറഞ്ഞിട്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തു നോക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള കാട്ടിൽ വേദനയാണ്. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം കാരണം നരമ്പ് ആകെ പ്രശ്നമായി. അവർ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പം എനിക്ക് ഈ ചന്ദിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങിയാൽ വേദന ആ നെരിയാണി വരെയാണ്. ഒറ്റ അടി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ വല്ല ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കണ മാതിരിയാണ് വേദന വരിക. ആ വേദന വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നിലത്തിരിക്കും. അത്രയ്ക്ക് കടുപ്പാണ്. നമ്മളെ കഴുത്തിൽ കത്തി വെച്ച ഷർട്ട് കൊണ്ട് പോലും അങ്ങനത്തെ വേദന വരാൻ പാടില്ല. അത്ര വേദനയും ഞാൻ സഹിക്കണം. എന്നും എന്താ പറയാമെന്ന് ഒരു പിടിയില്ല. കേരളത്തിൽ തെക്കറ്റം മുതൽ വടക്കറ്റം വരെ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഓരോ വൈദ്യന്മാരടുത്തും ഡോക്ടർമാരടുത്തും ആയിട്ട് ഇതുവരെക്കും ഒരു സമ്മാനം കിട്ടിയില്ല. ഇപ്പോഴും 2 കാലിനും വെതല്ല വെച്ചാൽ നടക്കാൻ പറ്റില്ല. ഇത്തിരി നടന്നു കഴിഞ്ഞാൽ പഴകും. ഇപ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ വീണ്ടുണ്ട്. ഇപ്പം അടുത്ത് കാലിൻ്റെ നരമ്പൊക്കെ പൊട്ടി, എല്ലൊക്കെ പൊട്ടിപ്പോഴും ഇരിക്കുകയാണ്. ശരിക്കും നടക്കാൻ പറ്റില്ല. എല്ലാം പോയാൽ പിടിച്ചു നിൽക്കണം, അല്ലാണ്ട് ശരിക്കും നിൽക്കാൻ പറ്റില്ല. ഈ അവസ്ഥയാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. പലവിധ വേദന. ഒരു വേദനയല്ല. തണ്ടൽ വരാമെന്ന് പറയാൻ പറ്റില്ല, കാലിൻ്റെ ഉള്ളിൽ വരാമെന്ന് പറയാൻ പറ്റില്ല, കാലിൻ്റെ അടിയിൽ വരാമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വേദനകളും ഇപ്പോഴും കാലിൻ്റെ അടി തരിച്ചിരിക്കുകയാണ്. 2 തരി ഇതിൽ കാലിന്. അപ്പോൾ ഇപ്പം അൽഹംദുലില്ലാ ഒരിച്ചിരി തണ്ടലിന് വേദനക്ക് ഒരു വ്യത്യാസമുള്ള മാതിരി തോന്നുന്നുണ്ട്. എപ്പോഴൊന്നും മാറുന്നില്ല, അറിയാൻ പറ്റില്ല എന്താണ് സംഭവിക്കാമെന്ന്. ഞാൻ കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് ഒരു ഹാർട്ട് പമ്പിങ്ങിൻ്റെ തകരാറുണ്ട്. ഇപ്പോൾ ചെറിയ വേദന ആശ്വാസം ഉണ്ട്. 10-12 വർഷമായി ഞാനിങ്ങനെ വേദന കൊണ്ട് കളിക്കുന്നുള്ളത്. പിന്നെ കഴുത്ത് വേദനയുടെ കഴുത്ത് വേദന ഇപ്പം വിശേഷമാണ്, തിരികെ മാറിക്കഴിഞ്ഞു. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. എനിക്ക് മുട്ടുവേദന സാധാരണ 8 കൊല്ലമായി. അതിനുശേഷം പിന്നെ തരിപ്പ്, അതൊരു 8 മാസത്തോളം തരിപ്പായി. അത് ഇരുന്നപ്പോൾ അങ്ങനെയാണ്. എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇരുന്നാലും കിടന്നാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് നടക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. തരിപ്പ് തുടങ്ങി, വേദന തുടങ്ങി, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇരുന്നാലും കിടന്നാലും അങ്ങനത്തെ ഒരു വേദന, ഒരു പ്രശ്നമൊന്നും എനിക്കില്ല. ചങ്കിന് കുറച്ച് ഒരു ആശ്വാസമുണ്ട്. ഒരു ചെറിയൊരു ആശ്വാസം ചങ്കിന് ഉണ്ട്. എനിക്ക് നടുവിനുണ്ട് പ്രശ്നം. അതിൽ നടക്കുമ്പോൾ ആണ് വരുന്നത്. ശരിയാവും. വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നതാണ്. പിന്നെ എൻ്റെ പേര് ടൈം മുഹമ്മദ്. ഞാൻ ദുബായിൽ നിന്ന് ചികിത്സക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയാണ്. ദുബായിൽ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. പക്ഷെ എത്തി കഴിഞ്ഞ് എന്നെ ഒരാൾ കൺവേർട്ട് ചെയ്തിട്ട് കോയമ്പത്തൂർക്ക് പറഞ്ഞു. അവിടെ അതിൽ ഉഷാറാണ്. അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവം കുറച്ച് സമയം സാറങ്ങി എത്തിയപ്പോൾ എന്തോന്നും സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മളെ കാണാൻ പറയാൻ പറ്റാത്തൊരു സാധനമല്ലേ, അത് എവിടെ കയറിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ശുക്ർ ഗോഡ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. തിരുവനന്തപുരമാണ്. എൻ്റെ പേര് മോഹൻ എന്നാണ്. എനിക്ക് ലെഗമെന്റ് പൊട്ടിയിട്ട് കാലിന് പ്ലാസ്റ്റർ ഇട്ട് കിടന്ന് അത് കാല് ശരിയാകാതിരിക്കുകയായിരുന്നു. മുട്ടിന് നല്ല വേദനയായിരുന്നു. ഇപ്പം എനിക്കൊരു 50-70% ഒരു കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്. നല്ല ആശ്വാസം തോന്നുന്നു. താങ്ക് യു. ഇപ്പോൾ വളരെ ആശ്വാസമുണ്ട്. ഷോൾഡർ പെയിന് ചെറിയ വേദന മസിൽസിൽ ഇപ്പോഴും ഉണ്ട്. പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെങ്കിലും കൈയൊക്കെ പൊക്കാൻ പറ്റും. കൊടുത്തു. ഞാൻ കായംകുളം ഓച്ചിറയിൽ നിന്ന് വരുന്നു. എനിക്ക് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റത്തെ ചികിത്സയോടുകൂടി തന്നെ അതിന് നല്ല വ്യത്യാസമുണ്ട്. ഇന്നലെ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയത്. പുള്ളിയുടെ ഭാര്യയും കൊണ്ട് വന്നതാണ്. പുള്ളിക്കാരിക്ക് സുഖമില്ല. പുള്ളിയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ഇതിനു വേണ്ടി നമുക്ക് പോയിട്ട് നമുക്ക് 2 പേരും കൂടെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാം. പുള്ളിക്ക് ഒരു കാരണവശാലും വിശ്വാസം. വയനാട്ടിൽ പോയി ഇടുന്നത് അതിൻ്റെ പേരിൽ പുള്ളിക്ക് ഒരു കാര്യത്തിലും വിശ്വാസമില്ല. ഇന്ന് രാവിലെ പുള്ളി നോക്കിയപ്പോൾ ഒരുങ്ങി ഇവിടെ വന്ന് ഈ ക്ലാസ്സിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സാറിന്റെയും വിജയം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സാറിന്റെയും വിജയം തന്നെയാണ്. വിജയമാണ് വിജയം. ആളാരാ?
അടുപ്പം വരും. ആടെ കൈപൊക്കി കളിക്കുന്നു. ഇപ്പൊ കണ്ണടച്ചിരുന്നതിന് ശേഷം സുഖങ്ങൾ കിട്ടിയവർ, മാറ്റങ്ങൾ വന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇവിടെ വന്ന് പറഞ്ഞവരാണെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു ചെറിയൊരു എണ്ണം എടുക്കാനാ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 29 30 31 32 33 34 36 37 38 39 40 41 എന്തായാലും 100ന്റെ അടുത്തുണ്ട്. 70 മേലെ ആള് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ഹലോ, 70 ആളെ ഒരു ഡോക്ടർ, ഏതെങ്കിലും ഒരു ചികിത്സകൻ, ഏതെങ്കിലും ഒരു വൈദ്യൻ 70 ആളെ കേൾക്കാൻ നിന്നാൽ എത്ര സമയം വേണം? 70 ആളുടെ രോഗവിവരങ്ങൾ കേൾക്കാൻ ഒരു വൈദ്യൻ ശ്രമിച്ചാൽ ഒരു 5 മിനിറ്റ് ഉറങ്ങുകയാണ് മുമ്പിൽ ഇരുന്നിട്ട്. ഹലോ ഹലോ, ഇത്രയോ ഒച്ചനെന്ന് പറഞ്ഞിട്ട് പുള്ളി അടക്കത്തില്ല. ഓക്കെ, 70 ആൾക്ക് ഒരു 5 മിനിറ്റ് സമയം കൊടുത്താൽ, ഒരു ഡോക്ടറുടെ അടുത്ത് പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ 5 മിനിറ്റ് മതിയാകുമോ? നിങ്ങളെന്തെ മിണ്ടാത്ത? നിങ്ങൾ ഡോക്ടർമാരെ കാണാത്ത പോലെ, നിങ്ങൾ വലിയ വലിയ മഹാന്മാരായ ഡോക്ടർമാരെ കണ്ടവരല്ലേ? അപ്പൊ അവരുടെ അടുത്ത് എത്ര മിനിറ്റ് സംസാരിക്കേണ്ടി വരും? 30 മിനിറ്റ്. എന്തായാലും 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും സംസാരിക്കാതെ, സംസാരം കേൾക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ 10 15 മിനിറ്റ് സംസാരിക്കാതെ ഇറങ്ങിപ്പോരാൻ പറ്റില്ല. ഇനി ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റ് സമയം കൊടുത്തോ. 5 മിനിറ്റ് പോരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരാളുടെ രോഗവിവരങ്ങൾ പറയാൻ, അത് കേൾക്കാൻ, എന്നിട്ട് മരുന്ന് എഴുതി തരാൻ 5 മിനിറ്റ് കയറി ഇറങ്ങി പോകാൻ സമയം കൊടുത്താൽ 10 പേർക്ക് എത്ര സമയമായി? നിങ്ങൾ എന്താ കണക്കൂട്ടാൻ അറിയില്ലേ? 50 മിനിറ്റ്. അപ്പോ 50 പേർക്ക് എത്ര മിനിറ്റ് ആയി? 250 മിനിറ്റ്. 70 പേർക്കോ 350 മിനിറ്റ്. 350 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറായി? 6 മണിക്കൂർ. രോഗവിവരം കേൾക്കാൻ 6 മണിക്കൂർ വേണം. ഞാൻ 6 മിനിറ്റിന് മുമ്പ് ഇത്ര ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. രോഗം കേൾക്കാനല്ല സമയം കളഞ്ഞത്, പകരം റിസൾട്ട് കാണിച്ചു കൊടുത്തു. ഇത് വേറെ ഏതെങ്കിലും മരുന്ന് കുടിച്ചാൽ, വേറെ ഏതെങ്കിലും ചികിത്സയിലൂടെ നിങ്ങൾക്ക് ഇത്രയും സെക്കൻഡുകൾക്കുള്ളിൽ ഇത്രയും ആളുകൾക്ക് റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ചികിത്സ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾ പാലിക്കണം. സിസ്റ്റം പാലിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, 5G കണക്ഷൻ ഉള്ളവരും 4G കണക്ഷൻ ഉള്ളവരും 2G ഉള്ളവരും ഉണ്ടാവും. ചിലർക്ക് സ്ലോവിലേ കത്തും. അപ്പൊ 11 ദിവസം ചെയ്യേണ്ടതിന് പകരം 21 ദിവസം ചെയ്യണം. ഇത്രേ പ്രശ്നമുള്ളൂ. ഇത്തിരി കൂടുതൽ ചെയ്യണം. ചാർജ്, ബാറ്ററി ചാർജ് ഇത്തിരി കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചാർജ് പെട്ടെന്ന് കയറൂല, കപ്പാസിറ്റി കുറവാണ്, ബാക്കപ്പ് കുറവാണ്. അപ്പൊ അവർക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. ഇതിപ്പോ ഞാൻ ചെയ്തത് എനർജി എങ്ങനെ മറ്റൊരാളിലേക്ക് കണക്ട് ചെയ്യാം, അത് ഇത്രയും ഗ്രൂപ്പായിട്ടിരിക്കുമ്പോ അവരുടെ വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക്, ഇപ്പൊ കൈവേദന ഉള്ളവരുണ്ടായി, കഴുത്തുവേദന ഉണ്ടായി, നടുവേദനക്കാരുണ്ടായി, മുട്ടുവേദനക്കാരുണ്ടായി, ക്യാൻസറിന്റെ വേദനക്കാരുണ്ടായി, അങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനക്കാർ അവരുടെ വേദനകൾ എന്തെങ്കിലും എന്നോട് വന്ന് പറഞ്ഞുവോ? ഹലോ, രോഗങ്ങൾ പറയാൻ അവർ എൻ്റെ അടുത്ത് വന്നോ? എങ്കിൽ എൻ്റെ ഒരു ദയനീയമായ ഒരു അഭ്യർത്ഥനയാണിത്. നിങ്ങൾ രോഗം പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വരരുത്. ഹലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കഴിയുമ്പോ ഇവിടെ വരും. സാറേ പറഞ്ഞേക്കണേ എന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ പ്രധാനപ്പെട്ട സിസ്റ്റമാണിത്. നിങ്ങളുടെ രോഗം മാറാൻ വന്നതാണോ പറയാൻ വന്നതാണോ
ഒച്ചനെ പറ. പോരാ. ഇവിടെ 1000-ൽ മേലെ ആളുകളായിരിക്കണേ. എന്നിട്ട് മാറാൻ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ അവിടെ കേട്ടില്ലേ? ബൈക്കിലല്ലാതെ മാറാൻ കേട്ടില്ലേ? അപ്പൊ ഇത്രയും നേരം ഒച്ചനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞേ. അപ്പൊ ഇനി മേലാല് പറയാൻ വരരുത്. ഓക്കെ അല്ലേ? നിങ്ങൾ എന്തിനാ വന്നേ? രോഗം മാറാനാണെങ്കിൽ രോഗം പറയാൻ എൻ്റെ അടുത്ത് ആദ്യത്തെ 10-11 സിറ്റിങ്ങിൽ വരരുത്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റൂള്. കേട്ടോ? നിങ്ങളുടെ ആകെയുള്ള പ്രതീക്ഷ ദൂരെ നിന്ന് വരുന്നതാണ്, അത് പൊളിച്ചു. പിന്നെ ആദ്യമായിട്ട് വരുന്നതാണ്, അതും പൊളിച്ചു. എൻ്റെ രോഗങ്ങളെ പറ്റി കേൾക്കണ്ടേ, അതും തീർന്നു. കയറി വന്നപ്പോ ഈ വീൽ ചെയറിൽ ഇരിക്കണ ആരോ വന്നിട്ട് പറഞ്ഞു വീൽ ചെയർ ഇവിടെ ഉണ്ടാവുന്നതാണ് ഓർത്തെ, വീൽ ചെയർ കൊണ്ടുവന്നത് നന്നായി. ഇപ്പൊ വീൽ ചെയറിലേക്ക് ഇതെല്ലാം ഓക്കെ. ട്രീറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട റൂൾ ഇതാണ്. നിങ്ങൾക്ക് കിടപ്പ് രോഗിയല്ലാത്ത വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ വന്ന് ചെയ്താൽ മതി, അല്ലാത്തവർ ഫോട്ടോ ഇട്ട് ചെയ്താൽ മതി. ഒറ്റക്ക് വരുന്ന പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കൂടെ ആരും ഇല്ലെങ്കിൽ 2ാമത്തെ സിറ്റിംഗ് 3ാമത്തെ സിറ്റിംഗിലൊക്കെ ഞാൻ കണ്ടാൽ പൊക്കോളാൻ പറയും. വിഷമിക്കരുത്. കാരണം നമുക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ കണ്ട ആളുകളെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കുറച്ച് നിബന്ധനകൾ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോ വീഡിയോ കണ്ടിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആരോ പറഞ്ഞു കേട്ടിട്ട് വന്നതായിരിക്കാം. അപ്പൊ ഇയാൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ ഇയാൾക്ക് ഇങ്ങനെ നിന്നാലേ ഈ പണി നടക്കുള്ളൂ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവും. ഹലോ? ആ ബോധം ഇല്ലെങ്കിൽ ആകെ കുളമാവും. അപ്പോ തിങ്കളാഴ്ച വന്നവര് ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ട് പോയിക്കോളും. അങ്ങനെയുള്ള കുറച്ച് കേടുകളുണ്ട്. പൊതുവിൽ എല്ലാ ആഴ്ചയിലും വരും. ഇതിൽ തന്നെ എന്നെ പരീക്ഷിക്കാൻ വന്നേക്കുന്നവരുണ്ടാവും, പല ടൈപ്പ് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോ വേണ്ടവർക്ക് എന്തായാലും ഇതിൽ റിസൾട്ട് ഉണ്ടാവും, വേണ്ടവർക്ക് റിസൾട്ട് ഉണ്ടാവും. ഇപ്പോ 10-70ഓളം ആളുകൾക്ക് റിസൾട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു. അവർ വന്നൊന്നും പറഞ്ഞില്ല, അവരുടെ രോഗങ്ങളൊന്നും ഞാൻ കേട്ടില്ല. ഇവിടെ ആരോ എന്തോ പറയാൻ വന്നു, അപ്പൊ ഞാൻ നോക്കിയിട്ട് പറച്ചിലാണെന്ന് കണ്ടപ്പോ ആളെ ഞാൻ മൈൻഡും ചെയ്തില്ല. രോഗം പറയാൻ വേണ്ടി വരരുത് എന്നുള്ള റൂള് ഇവിടെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ കണ്ട ഡോക്ടർമാരുടെ സിസ്റ്റം അല്ല നമ്മൾ ആ ഡോക്ടർമാരുടെ പട്ടികയിൽ പെടുന്നേയില്ല. ഞാനൊരു ഡോക്ടർ അല്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ആ ഡോക്ടറുടെ സിസ്റ്റം പാലിക്കണേ? എന്റെ സിസ്റ്റത്തിൽ പോയാൽ പോരെ? ഞാനൊരു എനർജി ഹീലറാണ്, അക്യുപങ്ചറിസ്റ്റ് ആണ്. അക്യുപങ്ചറിസ്റ്റിന് അക്യുപങ്ചറിൻ്റെതായിട്ടുള്ള റൂട്ട് ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞു തരും. അപ്പൊ ആ പറയുമ്പോ ഇനി പറയാനുള്ളത് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതാണ്, ഇതെന്ത് എന്നുള്ളതാണ്. ചോദ്യത്തിനുള്ള ഉത്തരം അതിനെ തന്നു. ഇതെങ്ങനെ വർക്ക് ചെയ്യും? ഇങ്ങനെ വർക്ക് ചെയ്യും. ഞാൻ ഫോണിൽ നിന്നല്ലേ തുടങ്ങിയേ. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു ഈ ചികിത്സ എങ്ങനെ വർക്ക് ചെയ്യണേ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ജിന്നാണ്, കുട്ടിച്ചാത്തനാണ്, പിശാചാണ്. ഇതൊന്നുമല്ല. ഇതെല്ലാം നിന്റെ ശരീരത്തിലുള്ളതാണ്. നിന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ പ്രകൃതിയിൽ അതിന്റെ എനർജി ഉണ്ട്. ആ എനർജിയെ കണക്ട് ചെയ്യിപ്പിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ കണക്ട് ചെയ്യിപ്പിക്കലാണ്. മാറ്റിയത് ഞാനല്ല, കുട്ടിച്ചാത്തനും അല്ല. മാറ്റേണ്ടവരല്ലാതെ മാറ്റാനും കഴിയില്ല. അത് നീ ഡോളോ കഴിച്ചാൽ നിനക്ക് വേണ്ടതെന്തോ അത് എനർജിയുടെ ഏറ്റ കുറച്ചിലുകളാണ്. ഒരു മനുഷ്യനിൽ എക്സസ് ഓർ ഡെഫിഷ്യൻസി, എനർജി എക്സസ് ആകുമ്പോഴോ ഡെഫിഷ്യൻസി വരുമ്പോഴോ ഉണ്ടാകുന്ന രോഗങ്ങളെ ബാലൻസ് ചെയ്യാൻ എനർജി ബാലൻസിങ് സിസ്റ്റത്തിൽപ്പെട്ട അക്യുപങ്ചർ പറയുന്നത് അതിനെ ബാലൻസ് ചെയ്താൽ മതി. അതിൽ പഞ്ചഭൂതങ്ങളെ പറ്റി പറയുന്നു. ആയുർവേദത്തിലും സിദ്ധയിലും യുനാനിയിലും എല്ലാം 5 ഭൂതങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ 5 ഭൂതങ്ങളെ ബാലൻസ് ചെയ്താൽ നിന്റെ രോഗങ്ങളൊക്കെ മാറുമെന്നാണ് ട്രഡീഷണൽ ചികിത്സകൾ പറയുന്നത്. പക്ഷെ നമ്മൾ അവരെ കൊണ്ട് ആ ചികിത്സ ചെയ്യാൻ സമ്മതിക്കൂല. ഹലോ? നല്ല ചികിത്സകരാണെങ്കിൽ പോലും ആ ചികിത്സകരെ കൊണ്ട് ചികിത്സ ചെയ്യാൻ സമ്മതിക്കൂല. കാരണം നീ നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടേയുള്ള വിദ്യകൾ അവർ ചെയ്യും. അപ്പോ സത്യത്തിൽ രോഗത്തിനുള്ളത് കിട്ടൂല. ഉദാഹരണം പറഞ്ഞാല് മഞ്ഞപ്പിത്തം വന്നാല് കണ്ണിന് ബാധിക്കുമോ ഇല്ലയോ? ബാധിക്കും. അപ്പൊ കണ്ണിന് മഞ്ഞപ്പുണ്ടാവും. നമ്മൾ കണ്ണ് ഡോക്ടറെ പോയി കാണിക്കുമ്പോ
അതെല്ലാം മഞ്ഞപ്പിത്തത്തിന് ഫിസിഷ്യനെ കാണിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുമോ? കണ്ണു രോഗ വിദഗ്ധനെയാണോ കാണിക്കുന്നത്? അല്ല. അപ്പൊ കണ്ണിന് ബാധിച്ചോ, കണ്ണിന് മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞ് കണ്ണു രോഗ നിങ്ങൾ എന്തൊരു പൊട്ടത്തരം കാണിക്കണേന്ന് ചോദിക്കും. നിങ്ങൾ എന്തൊരു പൊട്ടത്തരം പറയണേന്ന് വേണമെങ്കിൽ ചോദിക്കും. അതേ പൊട്ടത്തരം തന്നെയാണ് പലപ്പോഴും ട്രഡീഷണൽ ചികിത്സകളിൽ പറയുന്നത്. കണ്ണിന് വന്നാൽ കണ്ണിനല്ല, മൂക്കിന് വന്നാൽ മൂക്കിനല്ല, ചെവിക്ക് വന്നാൽ ചെവിക്കല്ല, നട്ടലിന് വന്നാൽ നട്ടലിനല്ല ചികിത്സിക്കേണ്ടത്. പകരം അത് വരാൻ ഒരു കാരണം വേറെ എവിടെയോ ഉണ്ടാകും. ആ കാരണത്തിന് ചികിത്സിക്കലാണ് യഥാർത്ഥമായ ചികിത്സ. ചികിത്സകനാണ് അറിയേണ്ടത്, രോഗിയല്ല. നിന്റെ രോഗം എവിടെയെന്ന് കണ്ടുപിടിക്കേണ്ട സിസ്റ്റം ഇപ്പൊ നിലവിൽ നടക്കുന്നത്. നിലവിലൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് പറഞ്ഞാൽ ലാബ് ടെക്നീഷ്യന്മാർ പറഞ്ഞു തരും രോഗമെന്ത്. സത്യത്തിൽ ട്രഡീഷണൽ ചികിത്സകളിൽ ലാബ് ടെക്നീഷ്യന്റെ ആവശ്യം ഇല്ല. പകരം അവർക്ക് വേണ്ട എനർജി സിസ്റ്റം എന്താണോ ആ എനർജി സിസ്റ്റം സപ്ലൈ ചെയ്യലേ എനർജി ഹീലർക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ പറയുന്ന രോഗങ്ങളുടെ പേര് പോലും ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. പകരം അവനവന്റെ ബോഡിയിൽ ഈ എനർജി വർക്ക് ചെയ്യണുണ്ടോ ഇല്ലെന്ന് നോക്കുക. അവനവന് തൃപ്തികരമെങ്കിൽ ഇത് ട്രീറ്റ്മെന്റ് ചെയ്യുക. ഇത് വലിയൊരു ചികിത്സാ സംവിധാനമാണെന്ന് പറയണില്ല, ഇത് പഴയ ഒരു ചികിത്സാ സംവിധാനമാണെന്ന് പറയണമുണ്ട്. ഹലോ, വലിയൊരു ചികിത്സ എന്ന് പറയുമ്പോഴല്ലേ ഇതെല്ലാം വലുത്. ഇവിടെ വേറെ കുറെ വലിയ ഹോസ്പിറ്റലുകൾ വലിയ സെറ്റപ്പ് ഉണ്ട്, അവരാണ് വലുത്, അതായിക്കോട്ടെ. പക്ഷേ ഇത് പഴയ ചികിത്സയാണ്. പഴയ ചികിത്സകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് പറഞ്ഞത് ഇപ്പോഴും അവരത് തന്നെ പറയും, മാറ്റി പറയാറില്ല. മഞ്ഞപ്പിത്തത്തില് കീഴാർനെല്ലിയാണ് നല്ലതെന്ന് അന്ന് ചരകൻ പറഞ്ഞു പോയെങ്കിൽ, 4000 വർഷം മുമ്പ് ചരകൻ പറഞ്ഞു പോയെങ്കിൽ, ഇപ്പോഴും മഞ്ഞപ്പിത്തത്തിന് കീഴാർനെല്ലി തന്നെ നല്ലത്. അപ്പൊ പറയും നല്ല ഹോസ്പിറ്റലില്ല, അവിടെ പോയി ചെയ്താൽ മതി. അതും കുഴപ്പമില്ല, അതും നല്ലതാണ്. അപ്പൊ കിഡ്നി മാറ്റി വെക്കാന്നൊക്കെ പറയുമ്പോൾ കിഡ്നി മാറ്റി വെക്കണമെന്നും നല്ലതാണ്. പക്ഷെ അന്ന് അതൊന്നും ഇല്ലായിരുന്നു. നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിൽ, നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ നൂഹ് നബി 900 ചില്ലാനം വർഷം പ്രബോധനം ചെയ്തു എന്ന് പറയുമ്പോൾ അത്രയും നാൾ ജീവിച്ചിരുന്നത് ഈ 2 കിഡ്നി കൊണ്ടല്ലേ. ഈ 2 കിഡ്നി അല്ലാതെ വേറെ 4 കിഡ്നി കൂടി മുപ്പർക്ക് കൊടുത്തിട്ടുണ്ടാവോ? ഹലോ, അപ്പൊ കിഡ്നി എന്ന് പറഞ്ഞ സാധനത്തെ എല്ലാം നാം നശിപ്പിക്കുന്നത് എങ്ങനെ എന്ന് പച്ചക്കറിയിലെ വിഷത്തെ പറ്റി പഠിക്കുമ്പോ, പ്രകൃതിയിലെ വിഷത്തെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നീ ഉണ്ട ഉരുട്ടി കഴിക്കുന്ന പലതിനെയും, ഉണ്ട ഉരുട്ടി ചെറുത് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് കഴിക്കുന്ന പലതിനെയും നീ പഠിക്കേണ്ടി വരും. അതൊന്നും നിർത്തണമെന്ന് പറയണില്ല. പക്ഷേ തെറ്റാണോ ശരിയാണോ, തെറ്റേത് ശരിയാണ്, ശരിയേത് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചികിത്സ ഇതാണ്. ഇതില് രോഗചികിത്സയിൽ മരുന്നുകളില്ല. ഇവിടുത്തെ ചികിത്സയിൽ മരുന്നുകളില്ല. രോഗം ചോദിക്കലോ പറച്ചിലോ ഇല്ല. വരിക, കണ്ണടച്ചിരിക്കുക, ഒരു മണിക്കൂറോളം കണ്ണടച്ചിരിക്കും, എന്നിട്ട് പൊക്കോളാൻ പറയും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം. അപ്പൊ ചില ആളുകൾ 1-2 ദിവസം കഴിയുമ്പോൾ ചോദിക്കും, വന്നിട്ട് കാശും തന്ന് വെറുതെ ഇവിടെ വന്ന് കണ്ണടച്ചിരിക്കാനാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് കാശ് കൊടുക്കാതെ കണ്ണടച്ചിരുന്നോളാന്ന് പറഞ്ഞ് ബുദ്ധിയുള്ളവരൊക്കെ പൊക്കോളും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിയുള്ളവർ ഇന്ന് തന്നെ പോക്കാണ് നല്ലത്. ഇവിടുത്തെ ചികിത്സ ഇതാണ്. അവിടെ കയറുക, ഇവിടെ ആയാലും അതാത് കസേരയിൽ കണ്ണടച്ചിരിക്കുക, കൈ 2 മലർത്തി വെച്ചിരിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, മെഡിറ്റേഷൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. വെറുതെ കണ്ണടച്ചിരുന്നാൽ മതി. മാറോ ഇല്ലയെന്ന് നിങ്ങൾ നോക്കുക. ആദ്യത്തെ 5 ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണ്ട. 5 ദിവസം നിങ്ങൾ 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണ്ട. ഈ സ്ലോ സ്പീഡ് ആണെങ്കിൽ അവര് 11 സിറ്റിംഗ് എന്നുള്ളത് 21 സിറ്റിംഗ് ആക്കുക. ബേസിക്കലി നമ്മൾ എല്ലാ രോഗത്തിലും 11 പറയാറ്. പക്ഷെ ക്രോണിക് ഡിസീസുകളായ ക്യാൻസർ, കിഡ്നി പോലുള്ള, ഹാർട്ട് പോലുള്ള, സ്ട്രോക്ക് പോലുള്ള രോഗികൾക്ക് 21 സിറ്റിംഗ് ആണ് ബേസിക്കലി പറയാം. എന്നാൽ അതിയായ ക്രോണിക്കിൽ അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഇപ്പൊ കിഡ്നി പേഷ്യൻസ് തന്നെ വോമിറ്റിംഗ് സ്റ്റേജിൽ വന്നേക്കുന്ന ആളുകളുണ്ടാവും. ഒന്ന് കൈവക്കാവോ? ഛർദിൽ തുടങ്ങിയിരിക്കുന്ന കിഡ്നി പേഷ്യൻസ് ഉണ്ടെങ്കിൽ കൈവക്കാവോ? ഛർദിൽ തുടങ്ങിയിരിക്കുന്ന, ഓക്കെ, ഓക്കാനം ഛർദില്. സ്ഥലം കൂടാതെ വന്നേക്കണേ. അനിയനെവിടെ? ഓക്കെ, ആയിരുന്നോ? അനിയനുണ്ടോ നോക്കിയതാണ്, കേൾക്കാനുണ്ടോ നോക്കിയതാണ്. അപ്പൊ ഓക്കാനവും ഛർദിലും വന്നാൽ ഡയാലിസിസ് സ്റ്റേജിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. പിന്നീട് അവിടെ ബ്രീതിങ് ഇഷ്യൂസ് വരാം,
പിന്നെ അവിടുന്ന് ചിലപ്പോൾ എമർജൻസി അറ്റാക്ക് പോലുള്ളത് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രോഗികൾ പലപ്പോഴും എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ചെയ്യുന്നതിന് പകരം വീട്ടിൽ പോയി ഡിസ്റ്റൻസ് ചെയ്താലും കുഴപ്പമില്ല, റിസ്ക് ഉള്ള കേസുകളാണെങ്കിൽ. അതെല്ലാം നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ പരിസരത്ത് റൂം എടുത്തിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ കണക്കാക്കിയേ നിൽക്കാവും. ഇത് പറയണതിന്റെ കാരണം ഇതൊരു സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത് സാധിക്കാറുണ്ട്. പക്ഷേ സാധിക്കാത്ത ഒരു 10% വരുമ്പോൾ ആ 10% ചൊല്ലി ചൂണ്ടാൻ ആളുണ്ടാവും. ഹലോ, ഇങ്ങനെയുള്ള ചികിത്സകളിൽ എങ്ങാനും പോയതിനു ശേഷം ആരെങ്കിലും മരിച്ചുപോയി, തട്ടി വീണിട്ടാണ് മരിച്ചു പോയെങ്കിൽ പോലും, മനസ്സിലായ, നടന്നപ്പോ തട്ടി വീണിട്ടാണ് മരിച്ചെങ്കിൽ പോലും എന്ത് ചെയ്യും, ഇതിന് പോയിട്ട് മരിച്ചുപോയി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ക്രിട്ടിക്കലി ഇടങ്ങേറില് അതല്ലെങ്കിൽ വളരെയധികം ഔഷധയിലുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ട് ഫോട്ടോ ഇട്ട് ചെയ്താലും മതി. ഇടങ്ങേറുണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടെ ആളില്ലാത്ത പ്രായമുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വോമിറ്റിംഗ് സ്റ്റേജ് തുടങ്ങിയ ക്യാൻസർ പേഷ്യൻസും കിഡ്നി പേഷ്യൻസും ഒക്കെ ശ്രദ്ധിക്കണം. അവരെ കൂടെ ആളുണ്ടാവണം. അവള് ഇവിടെ നിന്ന് ചെയ്യുന്നുവെങ്കിൽ പരമാവധി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇതെന്തിനാ പറയണേന്ന് വെച്ചാൽ എന്റെ സേഫ്റ്റിക്ക്. ഹലോ, ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷെ ആ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പലപ്പോഴും നെഗറ്റീവ്സ് ഉണ്ടാകുന്നതുകൊണ്ട് തൽക്കാലം അതൊക്കെ ഒഴിവാക്കി വെക്കലാണ് നല്ലത് എന്ന് ചില വൈദ്യന്മാർ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ വലിയ പ്രശ്നക്കാരായതുകൊണ്ടല്ല. പക്ഷെ ചില ആളുകൾ ചിലപ്പോൾ എന്താവും, ബുദ്ധിമുട്ടിലേക്ക് പോയാൽ അത് നാട്ടുകാർക്ക് ചർച്ച ചെയ്യാനുള്ള സാധനങ്ങളാവും. അപ്പൊ അതുകൊണ്ട് അവരെന്താക്കണ്ട, കടന്നു ചെയ്യണമെന്നില്ല എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ ഈ ചികിത്സ പറയാൻ വേണ്ടി വന്നതോ മാറാൻ വേണ്ടി വന്നതോ? മാറാനാണെങ്കിൽ പറയണ്ട. രണ്ടാമത്തത്, പറഞ്ഞാൽ അനുസരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അവിടെ പുറത്തൊക്കെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടാവും, ഒരു ചെറിയ നോട്ട്ബുക്കും പേനയും മേടിക്കുക ഇന്ന് തന്നെ. എന്നിട്ട് നിങ്ങൾ എന്താക്കണം, നിങ്ങളുടെ പേര്, അഡ്രസ്സ് എല്ലാം ഫ്രണ്ടില് ആ കവർ പേജിൽ ഒട്ടിച്ചു വെക്കണം. അതേപോലെ അകത്ത് എഴുതി വെക്കണം. പേരും അഡ്രസ്സും രജിസ്ട്രേഷൻ നമ്പറും എഴുതണം. എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്തെ പേജിൽ നിങ്ങളുടെ രോഗവിവരങ്ങൾ അക്കമിട്ട് എഴുതണം. 1, 2, 3, 4, 5 എസ്സേ എഴുതി വെക്കണ പോലെ എഴുതരുത്. ഹലോ, രോഗം നടുവേദനയാണെങ്കിൽ നടുവേദനയാണ്, സർജറി ചെയ്തിട്ടുണ്ട് ഇത്ര വർഷം മുമ്പ്, അങ്ങനെ എഴുതിയാൽ മതി. അതല്ലാതെ ചരിത്രം മുഴുവൻ എഴുതി വെക്കരുത്. അപ്പൊ രോഗവിവരങ്ങൾ അക്കമിട്ട് എഴുതണം. പിന്നെ നാളെ നിങ്ങൾ വരുമ്പോൾ ആ ബുക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മുടെ റിസപ്ഷനിൽ വെക്കണം. ഇത്രയും പോരാ, അതില് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങളും അതിൽ എഴുതണം. ഇപ്പൊ 100ഓളം ആളുകൾക്ക് പെയിൻ മാറി, ഇനിയും മാറാനുള്ളവർക്ക് അവിടെ മാറും. ഞാൻ നോക്കുമ്പോൾ കുറെ ആളുകളെ ഞാൻ കറക്റ്റ് നോക്കി, വളരെ കുറച്ച് ആളുകളെ കണ്ണടച്ചിട്ടുണ്ടായുള്ളൂ, വളരെ കുറച്ച് ആളുകൾ. കാരണം ഞാൻ പറഞ്ഞിരുന്നു മാറാതെ തുറക്കണ്ടാന്ന്. പക്ഷെ ചില ആളുകൾ ഒന്നില്ലെങ്കിൽ മാറുന്നതിന് മുമ്പ് തുറന്നു, അല്ലെങ്കിൽ മാറിയിട്ട് തുറന്നിട്ട് വെറുതെ ഇരുന്നു. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഒരു ബുക്ക് മേടിക്കുക, നമ്മുടെ വകയല്ല, നിങ്ങളുടെ വക തന്നെ. എന്നിട്ട് അതിൽ പേരും ഡീറ്റെയിൽ എഴുതണം. അതിന്റെ അടുത്ത പേജിൽ നിങ്ങളുടെ രോഗങ്ങൾ അക്കമിട്ട് എഴുതണം. 35 ഉണ്ടെങ്കിൽ 35 എഴുതണം. ദെൻ അടുത്ത പേജിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് എഴുതണം. ക്ലിയർ? ഇനി ഇങ്ങനെ എഴുതിയ 15 രോഗങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 50% കുറവുണ്ട്, 2 40% കുറവുണ്ട്, അങ്ങനെ എഴുതിയാലും മതി. കാരണം ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇന്ന രോഗങ്ങളാണ്. ഞാൻ രോഗങ്ങളെ മെൻഷൻ ചെയ്തിട്ട് അതിന്റെ നേരെ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫുള്ള് മാറിയെങ്കിൽ ഫുള്ള് മാറി എന്നുള്ളത് നിങ്ങൾ എഴുതണം. ഇത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പദ്ധതി. ഹലോ, അപ്പൊ ചില ആളുകൾ ഈ ഡിസ്റ്റൻസ് ചെയ്യണവരെ ചോദിക്കും, ഡിസ്റ്റൻസ് ചെയ്യണവർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. ഡിസ്റ്റൻസ് ചെയ്യുന്നവരും സത്യത്തിൽ ഈ മാറ്റങ്ങൾ എഴുതി വാട്സപ്പിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മംഗ്ലീഷിൽ എഴുതി വിടുക. നീ എഴുതി അവർ സൂക്ഷിച്ചാലും മതി. ഒരു ബുക്ക് മേടിച്ച് എഴുതി സൂക്ഷിക്കുക. എന്തെങ്കിലുമൊക്കെ ഇവിടെ വരുമ്പോൾ അതൊന്ന് കാണിക്കുക. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി, നിങ്ങളുടെ നാവ് സംസാരിക്കരുത്. ക്ലിനിക്കിൽ ബുക്ക് സംസാരിക്കാവൂ, ബുക്കേ സംസാരിക്കാവൂ. ക്ലിയർ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിലും ബുക്കിൽ എഴുതി ചോദിക്കാം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്.
നമ്മൾ ഈ ഇരിക്കുന്നവരൊക്കെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരും വലിയ വലിയ റേഞ്ചിലിരിക്കുന്നവരും ആത്മീയപരമായും ഭൗതികപരമായിട്ടും വലിയ റേഞ്ചിലിരിക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചികിത്സക്ക് വേണ്ടി വന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിലേ ഇരിക്കാവൂ. ചികിത്സക്ക് വന്നവന്റെ തേട്ടത്തിലേ ഇരിക്കാവൂ. ഭിക്ഷക്ക് വന്നവൻ ചോദിക്കുന്നത് ഇങ്ങനെയാ ചോദിക്കുക. ഭിക്ഷ യാചിക്കാൻ വന്നവൻ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാ ചോദിക്കുക, ഇങ്ങനെയല്ല ചോദിക്കുക. അപ്പൊ അവന്റെ ചോദ്യത്തിന്റെ അവസ്ഥ നിന്നിലുണ്ടെങ്കിൽ നിന്റെ രോഗം മാറിപ്പോകും. ഞാൻ വീണ്ടും പറയുന്നു, വിശ്വാസമില്ലെങ്കിലും തള്ളലുകൾ ഉണ്ടാകരുത്. തള്ളാൻ പാടില്ല. അതെന്താ അങ്ങനെ, അയാൾക്ക് അങ്ങനെ, ആ പരിപാടി ഒന്നും വേണ്ട. അത് നിനക്ക് ഗുണം ചെയ്യൂല. നിനക്ക് വിശ്വസിക്കണ്ട, നീ ട്രീറ്റ്മെന്റ് ചെയ്തോ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ മറ്റൊരു ചോദ്യത്തിന്റെ ഒരു ഇടങ്ങേറുണ്ടല്ലോ, എന്താ അങ്ങനെ, ആ ചോദ്യം തന്നെ വിട്ടേക്കും. ഞങ്ങൾ ഇത്രയും ഇടങ്ങേറായതല്ലേ, ഈ ഇടങ്ങേറ് മാറാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം. നമുക്ക് വേറെ സ്കാനിങ്ങോ മരുന്നുകളോ ഇല്ല. നിങ്ങൾ ഇവിടെ വന്ന് വെറുതെ കണ്ണടച്ചിരിക്കുക. നമ്മൾ പറയുന്ന സമയം വരെ. ഇനി കണ്ണ് തുറക്കാൻ പറയുന്ന സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കും പറയാം, ഹലോ. കുറച്ച് പേരാണ് ഹലോ പറഞ്ഞുള്ളൂ. കാരണം എന്താണെന്നറിയാവോ, അവർ ഉറക്കത്തിലേക്ക് പോയി തുടങ്ങി. ഹലോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പറയണത്. കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണു തുറക്കാൻ പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങളില്ല, ശരീരത്തിൽ വേദനകളോ അസ്വസ്ഥതകളോ ഉള്ളവർ, അസ്വസ്ഥതകളോ ഉള്ളവർ കണ്ണടച്ച് തന്നെ ഇരിക്കുക എന്നാണ് ആദ്യം പറയാം. ശരീരം ഫ്രീ ആയവര് കണ്ണു തുറക്കാനാ പറയാം. നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി, ട്രീറ്റ്മെന്റ് അവസാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു വേർഡ് പറയുന്നത് വരെ ശരീരം ഫ്രീ ആയവര് കണ്ണു തുറക്കരുത്. ഇനി ശരീരം ഫ്രീ ആകാത്തവര് ഇങ്ങനൊരു വേർഡ് പറഞ്ഞാലും കണ്ണു തുറക്കരുത്. അവരുടെ വേദനകളോ അസ്വസ്ഥതകളോ മാറാതെ കണ്ണു തുറക്കരുത് എന്നാണ് നമ്മൾ പറയാം. അത് ക്ലിനിക്കിൽ എപ്പോഴും തുറക്കും. ഇവിടെ വെച്ചായാലും ക്ലിനിക്കിലായാലും അങ്ങനെ തന്നെ പറയാം. അപ്പൊ ഒരാൾ നടുവേദന ആയിട്ട് വന്നാൽ അയാളുടെ നടുവേദന ആയിട്ട് അയാൾ ക്ലിനിക്കിൽ നിന്ന് പോകാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം. വേദനയാണോ നീ പറയാൻ വരരുത്, മാറാതെ പോകരുത്, നീ ഇരുന്ന ചെയറിൽ തന്നെ ഇരിക്കുക. അപ്പൊ ഇതിനാണ് നമ്മൾ ദുബായിലേക്ക് വരാൻ പറഞ്ഞത്. അപ്പൊ ദുബായിൽ വന്നാൽ എന്താവും, അത്ര ആളുകൾക്ക് ഇങ്ങോട്ട് വരാതെ പണിക്ക് പോകാൻ പറ്റും. പലരും ഇപ്പൊ പണിക്ക് പോകാതിരിക്കണവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ പോകാൻ പറ്റും. ഇവിടുത്തെ പണി എവിടെയും നടക്കും, അവിടുത്തെ പണി അവിടെയും നടക്കും. കാരണം ഇത് മരുന്നില്ലാത്ത ചികിത്സയാണ്. ദുബായിൽ ഇങ്ങനത്തെ ചികിത്സ നമ്മൾ അന്വേഷിച്ചപ്പോ ഒരു സിറ്റിങ്ങിന് 600 മേലെയാണ് അവിടുത്തെ റേറ്റ്. ഹലോ, ഇത് സിമ്പിളാണ്. നമുക്ക് 300 വരുമ്പോ ഭയങ്കര സുഖ. അപ്പൊ ഗൾഫിൽ ദുബായിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തപ്പോ ചിലവര് പറഞ്ഞു, എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരണില്ല, ഫോട്ടോ ഇട്ട് ചെയ്തോളാം. ഫോട്ടോ ഇട്ട് ചെയ്തോ കുഴപ്പമില്ല, അങ്ങോട്ട് വരണമെങ്കിൽ ഒരു ഫീസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ അന്വേഷിക്കുമ്പോൾ പ്രാണി ഹീലിംഗ്, റൈക്കി പോലുള്ള സെന്ററുകളിൽ, സാധാരണ ഹീലിംഗ് സിസ്റ്റം സെന്ററുകളിൽ അവിടെ ചാർജ് ഈടാക്കുന്നത് 600 ദിർഹമാണ്. എന്ന് പറഞ്ഞാൽ 10,000-15,000 രൂപ 16,000 രൂപ ചെലവായി ഒരു സിറ്റിംഗ്. അപ്പൊ അതൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾ വായിച്ച് പഠിക്കുക. നിങ്ങൾക്കൊരു എഴുതിയത് തന്നിട്ടുണ്ട്, അതിൽ ഫോട്ടോ ഇട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫോട്ടോ ഇടേണ്ട നമ്പർ അതിലുണ്ട്. ആ നോട്ടീസ് കിട്ടാത്തവർ നാളെ വരുമ്പോൾ അവിടെ നിന്ന് മേടിക്കുക, എന്നിട്ട് വായിച്ച് കുറച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കുറേ മെസ്സേജുകൾ വിട്ടിട്ടുണ്ട്. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും, ഓട്ടോമാറ്റിക് മെസ്സേജ്. കേട്ടവരൊക്കെ കൈ നോക്കി, ഓട്ടോമാറ്റിക് മെസ്സേജ്, ഹലോ നൈറ്റ് ഹീലിംഗിലേക്ക് സ്വാഗതം, അല്ലെ? അല്ലാതെ എന്ത് ചെയ്യാനാ, കോൾ എടുക്കാൻ സമയമില്ല, ഇപ്പൊ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയണു. അപ്പൊ നമ്മൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നാലും ഇവർക്ക് എന്ത് ചെയ്യണം, ഇത് അറിയാൻ വേണ്ടി വീണ്ടും വിളിക്കും. ഇത്രയൊക്കെ കേട്ട് നിന്നിട്ട് മറ്റു സേവനങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ 2 അമർത്തുക. അപ്പൊ അവൻ 2 അമർത്തും. എന്നിട്ട് അവൻ ചോദിക്കും, എന്ത് അവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണോ? അവിടെ വരണമെങ്കിൽ ഇത്രേ ഉള്ളൂ, നീ വാട്സാപ്പിൽ ഹായ് ഇട്ടാൽ മതി. ആ ഹായ് വിടുമ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് പോകും. ആ സ്റ്റാറ്റസിന്റെ ആ ഭാഗത്തായിരിക്കും അത് പോയി കിടക്കാം, മറ്റേ ഗ്രൂപ്പിന്റെ അവിടെ ആയിരിക്കില്ല. അപ്പൊ ആ ഭാഗത്ത് നോക്കിയാല്, ആ ഗ്രൂപ്പിൽ നോക്കിയാല് പുതുതായിട്ട് വരാനുള്ളവർക്കുള്ള അത്യാവശ്യ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ ചികിത്സ എന്താണെന്ന്, NYL ഹീലിംഗ് എന്താണെന്നും ഇതിൽ വന്ന് ചെയ്യുന്നതും വരാതെ ചെയ്യുന്നതുമായ സിസ്റ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? 2 നേരങ്ങളിലായി ഇവിടെ കിടക്കുന്നവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഈ ചികിത്സയെ പറ്റി പറയാണ്. 2 നേരങ്ങളിലായി
ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷെ ഒരു നേരം ക്ലിനിക്കിൽ നേരിട്ട് വന്നും ഒരു നേരം നിങ്ങളുടെ റൂമിൽ ഇരുന്ന് ഫോട്ടോ അയച്ചിട്ടുമാണ് ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പൊ ഫോട്ടോ അയച്ച് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാരണവന്മാരെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കരുത്. അവര് നിങ്ങളുടെ പേപ്പറിൽ എഴുതിയത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റൂലെങ്കിൽ അടുത്തുള്ള റൂമുകാരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോട്ടോ അയക്കുകയും ക്യാഷ് അയക്കുകയും ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഓരോ സിറ്റിങ്ങിനും ഫീസ് ഉണ്ട്. ആ ഓരോ സിറ്റിങ്ങിന്റെ ഫീസ് അടക്കണം. രാത്രി ഫോട്ടോ അയക്കുമ്പോൾ ഗൂഗിൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അതിൽ അയക്കണം. അറിയില്ലാത്തവര് അടുത്തുള്ള റൂമുകാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതൊക്കെ ഞങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാൻ വരരുത്. കാരണം അതൊക്കെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവും. കട്ടിലിൽ കൈ രണ്ടും മടിയിൽ മലർത്തി വെച്ചിരുന്ന് ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ ഉച്ചക്ക് എടുത്തായാലും കുഴപ്പമില്ല. രാത്രി ഉള്ള ട്രീറ്റ്മെന്റിന് വൈകിട്ട് 4 മണി മുതൽ 8 മണിക്കുള്ളിൽ അയക്കുക. എന്നിട്ട് 9 മണിക്കാണ് ട്രീറ്റ്മെന്റ് എങ്കിൽ 8:50 പോയി ഇരിക്കുക. ഇനി രാവിലെ 7 മണിക്കുള്ള ട്രീറ്റ്മെന്റിനാണെങ്കിൽ നിങ്ങൾ തലേന്ന് കിടക്കാൻ നേരത്ത് ഫോട്ടോ ഇട്ടോ, രാത്രി 10 മണിക്ക് ഫോട്ടോ ഇട്ടോ, രാവിലത്തെ 7 മണിയുടെ ട്രീറ്റ്മെന്റിന് കയറിക്കോളും. ദുബൈയിലോ സൗദിയിലോ ഉള്ളവരാണ് 2.5 മണിക്കൂർ 1.5 മണിക്കൂർ ബാക്ക് ആണെങ്കിൽ ആ ബാക്കുള്ള സമയം ഇപ്പോ ഇവിടെ 7 മണിക്കാണെങ്കിൽ അവിടെ 5:30ക്കാണെങ്കിൽ 5 മണിയാണെങ്കിൽ അവരവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പൊ തലേന്ന് ഫോട്ടോ വിട്ടാലും അവരവിടെ കിടന്ന് ഉറങ്ങുകയാണ്. എഴുന്നേറ്റിട്ടില്ലെങ്കിലും ട്രീറ്റ്മെന്റ് നടന്നോളും. അതിനു വേണ്ടി എഴുന്നേറ്റിരിക്കണ്ട. ആഫ്രിക്കയിൽ ഇപ്പൊ എത്രയായിരിക്കും സമയം? ആ കേട്ടവർ ഇങ്ങോട്ട് പാസ് ചെയ്യും. 11:15 രാവിലെ. അപ്പൊ എത്ര മണിക്കൂർ ബാക്കായി പറയും? 4 മണിക്കൂറോളം ബാക്കായി അല്ലേ? അപ്പൊ 3:30. 11:15 എന്ന് പറയുമ്പോ 4 മണിക്കൂറിന് മേലെ ബാക്കായി. അപ്പൊ നമ്മളിവിടെ 7 മണി രാവിലെ 7 മണിയുടെ ട്രീറ്റ്മെന്റിൽ ആഫ്രിക്കയിൽ എത്ര മണിയായിട്ടുണ്ടാവും? 3 മണിയായിട്ടുണ്ടാവും. അപ്പൊ അവരവിടെ 3 മണിക്ക് എഴുന്നേക്കണ്ട. അവരവിടെ കിടന്നുറങ്ങാൻ നേരത്ത് ഫോട്ടോ എടുത്ത് വിടുക, അത് വിട്ടേക്കുക. ഇവിടെ ആ പറയുന്ന സമയത്ത് ഫോട്ടോ റീഡ് ചെയ്യും. റീഡ് ചെയ്താൽ ഒരു മെസ്സേജ് വരും, ഓക്കെ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറഞ്ഞു. ഉറങ്ങണവർ അതൊന്നും നോക്കണ്ട, അവരവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി. ട്രീറ്റ്മെന്റ് അവിടെ നടന്നോളും. അപ്പോൾ ഓക്കെ സ്റ്റാർട്ടിങ് ടൈം എന്നുള്ള സംഭവം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനെ എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ സിസ്റ്റം. ക്ലിയർ അല്ലേ? അപ്പൊ ലോകത്തിന്റെ എവിടെ പോയാലും ഈ ചികിത്സ ചെയ്യാം. ഇവിടെ വന്ന് നിന്ന് ചെയ്യുന്നതിന്റെ ഗുഡൻസ് എന്താന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഹീലിങ്ങിന് അതിന്റെ റേഞ്ച് മാറും. വന്ന് ചെയ്യുന്നതുകൊണ്ട് വേറെ റേഞ്ച് ഉണ്ടാവും. ഗ്രൂപ്പ് ഹീലിംഗ് റേഞ്ച് കൂടുതലായിരിക്കും. വന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് അത് തന്നെയാണ്. ഇനി അല്ലാതെയും കിട്ടുമെന്ന് ചോദിച്ചാൽ എത്ര ദൂരെ ഇരുന്നാലും ഇത് ഫോൺ വിളിച്ചാൽ കിട്ടുന്ന പോലെ തന്നെ കിട്ടും. അവിടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലമായിരിക്കും. രാവിലെ 10:30, രാവിലെ 1:30, ഉച്ചക്ക് 1:30, ഇങ്ങനെ 3 സമയങ്ങളിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുക. അപ്പം നിങ്ങൾ അതിലേതെങ്കിലും ഒരു സമയത്ത് വന്നാൽ മതിയാകും. കിടന്ന് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ ഉള്ള 2 ബാച്ചിൽ ഏതെങ്കിലും ഒന്ന് വരികയും രാത്രി ഫോട്ടോ അയച്ച് ചെയ്യുകയും ചെയ്യുക. അതല്ല ദിവസത്തിൽ ഒരെണ്ണം വന്ന് ചെയ്യണവരാണെങ്കിൽ അവർ പരമാവധി ഉച്ചക്ക് വരലാണ് നല്ലത്. കാരണം ഉച്ചക്കുള്ള ട്രീറ്റ്മെന്റ് 3ാമത്തെ സെഷൻ പരമാവധി ആള് കുറവായിരിക്കും, തിരക്ക് കുറവായിരിക്കും. മറ്റേ 2ലും തിരക്കുണ്ടാകും. തിരക്ക് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം. നിങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം ഇതിൽ ഒരുപാട് വലിയ വലിയ രോഗികൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആരോഗ്യമുള്ളവർ തിക്കും തിരക്കുണ്ടാക്കി ആ സീറ്റ് പിടിക്കാനുള്ള കളി കളിക്കരുത്. അവിടെ അങ്ങനെ ഒരു കളി വരും. അപ്പോൾ ആ കളി ഉണ്ടാവരുത്. തൊട്ടപ്പുറത്തൊരു ജിംനേഷ്യം ഉണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ക്യൂ നിൽക്കരുത്. അവിടെ രാവിലെ റിസപ്ഷനിൽ പോയി നിങ്ങൾ ടോക്കൺ എടുക്കാൻ നിൽക്കരുത്. പകരം ഏറ്റവും മുകളിൽ 4th ഫ്ലോറിൽ പോകണം ടോക്കൺ എടുക്കാൻ. കാരണം അവിടെ ആയിരിക്കും ടോക്കൺ കൊടുക്കുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾ ക്യൂ നിന്നാൽ അവിടെ ജിമ്മ് നടത്തുന്ന ആ സ്ഥാപനത്തിന് ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ക്ലയൻസ് കുറയുന്നുണ്ട്. കാരണം ഒരുപാട് തിരക്ക് വരുമ്പോൾ അങ്ങോട്ട് കയറാൻ പോലും അവർക്ക് പറ്റാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് അവരുടെ ക്ലയൻസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസപ്ഷനിൽ അയക്കില്ല. ചിലപ്പോൾ രാവിലെയും ചിലപ്പോൾ 10 മണി 10:30യുടെയും 2 സെഷൻ്റെയും ചിലപ്പോൾ 3ാമത്തെ സെഷൻ്റെ ഒക്കെ ടോക്കൺ കൊടുക്കും. മുകളിൽ 4th ഫ്ലോറിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം 4th ഫ്ലോറിൽ പോയി നോക്കിയിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ. പിന്നെ 2ാമത്തെ സെഷനിൽ വരുന്നവരും 3ാമത്തെ സെഷനിൽ വരുന്നവരും ശ്രദ്ധിക്കേണ്ടത്, തൊട്ട് മുമ്പത്തെ സെഷനിലെ ആൾ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. മുകളിലുള്ള
എന്താ പറയാ ഫ്ലോറിലേക്കോ താഴെ ഫ്ലോറുകളിലേക്കോ പോയി നിൽക്കേണ്ടതാണ്. കാരണം അകത്തുള്ള 100-250 പേര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് 100-100 പേരോട് നിന്നാൽ ആകെ കൊളാവും. അവിടെ കുറച്ച് ചില്ലൊക്കെ ആ റിസപ്ഷന്റെ മുമ്പിലൊക്കെ ഉണ്ടായ ചില്ലൊക്കെ ഒടിച്ച് കളഞ്ഞതാണ്. ഇനി ആകെ നമ്മുടെ ക്ലിനിക്കിന്റെ മുമ്പിലുള്ള ചില്ലൂടി ഉള്ളൂ. അതെന്ന് പൊട്ടു എന്നുള്ള കാര്യത്തിൽ നമ്മൾ പേടിച്ചാണ് നിൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂല. നാളെ കാണാം അംഗം. ഇന്നിപ്പോ ഈ വിശാലതയിലാണ്. നാളെ മറ്റേ ചാരി കിടക്കണ കസേരയിൽ ഇരിക്കാൻ കുറെ ആളുകൾ, ആ ചാരി കിടക്കണ കസേര കിട്ടാതിരിക്കാൻ വേറെ കുറെ ആളുകൾ, AC-യുടെ അടിയിലിരിക്കാൻ കുറെ ആളുകൾ, AC കിട്ടാതിരിക്കാൻ കുറെ ആളുകൾ, അങ്ങനത്തെ കുറെ സിസ്റ്റം ഉണ്ടാവും. നമ്മൾ ഒന്നും നോക്കണ്ട, കിട്ടണേലിരുന്നോ ശരിയോ. ജീവൻ, ഹലോ, ജീവൻ സാധാരണക്കാർക്ക് തിരിയാൻ പറ്റുന്ന ഒരു സിസ്റ്റം പറയണേ. ജീവൻ, ആത്മാവ്, ശരീരം, മൂന്നും മൂന്നാണോ അല്ലയോ? ജീവൻ, ആത്മാവ്, ശരീരം. ഇനി ജീവനെയും ആത്മാവിനെയും ഒന്നായിട്ട് വേണമെങ്കിൽ പഠിക്കും ചിലത് അല്ലേ? പക്ഷെ അതൊന്ന് ചെറുതായിട്ട് നമ്മൾ തിരുത്തി തരാം. അപ്പൊ ശരീരം, അറബിയിലെ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ആരെങ്കിലും അവനവന്റെ സ്വന്തത്തെ അറിഞ്ഞാൽ, നഫ്സിനെ അറിഞ്ഞാൽ, അവനവന്റെ സൃഷ്ടാവിനെ അറിഞ്ഞു എന്ന് ഇസ്ലാം പറയുമ്പോ, ശബരിമലയില് കഷ്ടപ്പെട്ട് കയറി ചെല്ലുമ്പോ അവിടെയും എഴുതി വെച്ചിരിക്കുന്നു തത്വമസി. നീ കഷ്ടപ്പെട്ട് ഇവിടത്തോളം വരുന്നതിന് മുമ്പേ നീ നിന്നിലേക്ക് നോക്കിയാൽ നിനക്ക് പലതും തിരിയുമായിരുന്നു, നിനക്ക് എന്നെ ദർശിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ നീ കഷ്ടപ്പെടുന്നതിനേലും നല്ലത്, ഈ കണ്ട കഷ്ടപ്പാടിനേലും നല്ലത് നീ നിന്നിലേക്ക് നോക്കലാണ്. നിന്നിലേക്ക് നോക്കിയാൽ കാണേണ്ടത് കണ്ടാൽ നിനക്ക് എന്നെ തിരിയും എന്നൊരു സംവിധാനം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. അതിന്റെ അർത്ഥതലമൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, മാറ്റിയതാണെങ്കിലും ക്ഷമിക്കുക. ഓക്കെ. അപ്പോ നിന്നെ അറിയാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മൾക്ക് പലപ്പോഴും നമ്മളിലേക്ക് നോക്കാൻ സമയമില്ലാത്തതാണ്. ഇപ്പൊ എന്തായാലും ഉദാഹരണം പറയാം. മത്തായി ഹലോ, കിഡ്നി മത്തായി മരിച്ചു. പിന്നെ മത്തായിയിൽ ജീവൻ ഉണ്ടോ? മത്തായിയിൽ ജീവൻ ഇല്ല. ഓക്കെ. മത്തായിയിലെ ആത്മാവ് പോയോ ഇല്ലയോ? പോയി. അതുകൊണ്ടാണ് മറിയക്കുട്ടി നെഞ്ചത്തടിച്ച് കരയുന്നത്, എന്റെ മത്തായി ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോയേ. അങ്ങനെയല്ലേ അറിയാ? സത്യത്തിൽ മത്തായി ചേട്ടൻ ഇവിടെ തന്നെ കിടക്കണം. ഹലോ, ഒന്ന് വെറുതെ ചിന്തിക്കണേ. മത്തായി ചേട്ടൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോഴും മറിയക്കുട്ടി പ്രാർത്ഥിക്കണ എന്താ, കരയണ എന്താ? മത്തായി ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോയേന്നാണ്. മത്തായി ഇവിടെ ഇപ്പില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ പോയ മത്തായി ആണോ ഈ മത്തായി ആണോ സത്യത്തിൽ ഒറിജിൻ? പോയ മത്തായിയാണ്. ഓക്കെ. പക്ഷെ നമുക്ക് ഏത് മത്തായിയാ ഇഷ്ടം? നമുക്ക് ഈ മത്തായിനെയാണ് ഇഷ്ടം. ഹലോ, നമുക്ക് ഈ മത്തായിനെയാണ് ഇഷ്ടം. പോയ മത്തായിയായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. അതാണ് നമ്മുടെ കുഴപ്പം. ക്ലിയർ? വിഷയത്തിലേക്ക് വീണ്ടും വന്ന് നമുക്ക് നിർത്താം. എന്ന് പറഞ്ഞാൽ പോയ മത്തായി, ആ മത്തായിയുടെ ജീവൻ പോയി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആത്മാവും പോയി. എങ്കിൽ എനിക്കും അവിടെ ഒരു ചോദ്യമുണ്ട്. ഇതിൽ നഴ്സുമാരോ ഡോക്ടർമാരോ ഉണ്ടെങ്കിൽ പയ്യൊന്ന് കൈവയ്ക്ക്. ഉണ്ടെങ്കിൽ എന്തൊന്ന് ഹെൽപ്പ് ചെയ്യാനാണ്. ഓക്കെ, ഒരാളുണ്ട്. ഡോക്ടറാണോ നഴ്സാണോ? ഡോക്ടർ ഇന്നലെ വന്ന ഹോമിയോ ആണോ? എന്താ? നാച്ചുറോപ്പതിസ്റ്റ്. നാച്ചുറോപ്പതി ഡോക്ടർ എവിടെ വർക്ക് ചെയ്യണേ? എനിക്കൊരു നാച്ചുറോപ്പതി ഡോക്ടർ ആവശ്യമുണ്ടല്ലോ. ശ്രീദേവി. ആ, ശ്രീദേവി തിരിയും. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു നാച്ചുറോപ്പതി. ഓക്കെ. രണ്ട് ഹോമിയോ ഡോക്ടർ ഇന്നലെ വന്നിരുന്നല്ലോ. അവർ വന്നിട്ടില്ല? രണ്ട് ഹോമിയോ ഡോക്ടർ ഇന്നലെ ചോദിക്കാൻ വേണ്ടി, കിഡ്നി രോഗിയായ പെങ്ങളുടെ വിഷയം ചോദിക്കാൻ വേണ്ടി വന്ന
ഒന്നില്ല. ഓക്കെ, എന്റെ ചോദ്യം എന്തായാലും ഡോക്ടർമാരാരെങ്കിലും ഉണ്ടോ, നഴ്സുമാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. വെറുതെ ഒരു ചോദ്യം തിരിയാൻ വേണ്ടി. ഈ മരിച്ച മത്തായിയുടെ ഹാർട്ട് ദാനം ചെയ്യാം, കിഡ്നി ദാനം ചെയ്യാം, കണ്ണ് ദാനം ചെയ്യാം. ഇത്ര മണിക്കൂറിനുള്ളിൽ മരിച്ച മത്തായിയുടെ ഹാർട്ട് ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? കിഡ്നി ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലേ? ചെയ്യാം. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അപ്പോ ആ ഹാർട്ടിന്, ആ കണ്ണിന്, അല്ലെങ്കിൽ ആ കിഡ്നിക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ? അതിന് ജീവൻ ഉണ്ടോ ഇല്ലയോ? മത്തായിയുടെ ജീവൻ പോയോ ഇല്ലേ? ഹലോ, മത്തായിയുടെ ജീവൻ പോയോ ഇല്ലയോ? പക്ഷെ മത്തായിയുടെ ഹാർട്ട് ദാനം ചെയ്യുമ്പോ ആ ഹാർട്ടിന് ജീവൻ ഉണ്ടോ ഇല്ലയോ? അപ്പൊ രണ്ട് ജീവൻ ഉണ്ട് എന്ന് നമുക്ക് തിരിയണം. നമ്മൾ കണ്ട ഒരു ജീവനുണ്ട്, കാണാത്ത ഒരു ജീവനുണ്ട്. വിസിബിൾ ആയതും വിസിബിൾ അല്ലാത്തതുമായ രണ്ട് ജീവനുകളുണ്ട്. അപ്പൊ ഹാർട്ടിന് കുറെ സമയത്തോളം അത് സപ്ലൈ ചെയ്യാൻ, അത് കൊടുക്കാനൊക്കെ സമയം കിട്ടുമെങ്കിൽ, അതുകൊണ്ടാണല്ലോ മരിച്ചവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നത്. മരിച്ചാലല്ലേ അവയവദാനം നടത്തുക? മരിക്കുന്നതിന് മുമ്പാണോ? ഹലോ, മരിച്ചാൽ ജീവൻ പോയില്ലേ? അപ്പൊ വിസിബിൾ അല്ലാത്തൊരു ജീവൻ, ആ ജീവനെയാണ് സത്യത്തിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വിസിബിൾ അല്ലാത്ത ജീവനെയാണ്, വിസിബിൾ ആയ ബോഡിയെ അല്ല. ഹലോ, വിസിബിൾ ആയ ബോഡിയെ അല്ല നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. വിസിബിൾ അല്ലാത്ത ആ എനർജി സിസ്റ്റത്തെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതെ, ഇൻവിസിബിൾ ആയ ബോഡിയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിൽ അക്യുപങ്ക്ചറിൽ പറയുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ചാല്, ഒരു മനുഷ്യ ശരീരത്തില് വലതു ഭാഗത്ത്, ഇടത് ഭാഗത്ത്, അങ്ങനെ വലതു ഭാഗത്ത് 12, ഇടത് ഭാഗത്ത് 12, സെന്ററിൽ 2 എനർജി ചാനലുകളുണ്ട്. എന്തുണ്ട്? എനർജി ചാനലുകളുണ്ട്. എനർജി പാസ് ചെയ്യുന്ന ചാനലുകളുണ്ട്. അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് രോഗം, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ബ്ലോക്കേജ് ആണ് രോഗം, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ആ സ്റ്റോർ ചെയ്യാനുള്ള ചെറിയ ചെറിയ എനർജി പോയിന്റുകളുണ്ട്, അതിന്റെ എക്സസ് ഓർ ഡെഫിഷ്യൻസിയാണ് രോഗം. അപ്പൊ ആ എനർജി ചാനലിനെ നമുക്ക് കാണാൻ പറ്റില്ല, വിസിബിൾ അല്ല, കാണുന്നതല്ല. ആ കാണാത്ത എനർജിയാണ് അക്യുപങ്ക്ചറിസ്റ്റുകളും സൂചി കുത്തുന്നത്. ഇതിൽ അക്യുപങ്ക്ചറിസ്റ്റുകൾ ഉണ്ടെങ്കിലും കൈവക്കാവോ? അക്യുപങ്ക്ചർ പഠിച്ചവർ കൈവക്കുമോ? ഒരാള്, രണ്ടാള്. ഓക്കെ, വെരി ഗുഡ്. ആരെങ്കിലും അക്യുപങ്ക്ചറിന്റെ എനർജി ബോഡിയെ അല്ലെങ്കിൽ മെറിഡിയനെ കണ്ടിട്ടാണോ സൂചി കുത്തിയത്? അല്ല. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടെ. അപ്പൊ കണ്ടിട്ടില്ല, പക്ഷെ കാണാത്ത ഒരു സാധനമാണ് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മെറിഡിയനിലാണ് സൂചി കുത്തുക. ഇതിൽ അക്യുപങ്ക്ചറിൽ കറണ്ടിൽ സ്റ്റിമുലേറ്റ് ചെയ്തേക്കണവർ കൈവക്കി, സൂചി കുത്തിയിട്ട് കറണ്ട് കണക്ട് ചെയ്തേക്കണവര്. അക്യുപങ്ക്ചറിന് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് സൂചി കുത്തി എന്നിട്ട് കറണ്ട് വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സത്യത്തിൽ ഇന്ന് അറിയപ്പെട്ട ചില അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ, സൂചി കുത്തുകയും കറണ്ട് സപ്ലൈ ചെയ്യും. അത് എനർജി സപ്ലൈ ചെയ്യുന്നതാണ്. 8000 വർഷം പഴക്കമുള്ള അക്യുപങ്ക്ചറിന് സത്യത്തിൽ അന്ന് കറണ്ട് ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവരെങ്ങനെ കറണ്ട് വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയായിരുന്നു അന്നത്തെ കറണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കറണ്ടാണ് യഥാർത്ഥമായ അക്യുപങ്ക്ചറിന്റെ കറണ്ട്. അത് അക്യുപങ്ക്ചറിൽ നീഡിൽ കുത്തി ട്രീറ്റ്മെന്റ് ചെയ്യാം. നീഡിൽ കുത്തി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിൽ, മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നത് അക്യുപങ്ക്ചറിന്റെ കുറഞ്ഞ അവസ്ഥയാണ്. മെറ്റീരിയൽ ഇല്ലാതെ ചെയ്യുന്നതാണ് അക്യുപങ്ക്ചറിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. ആ ഉന്നതമായ അവസ്ഥയിലുള്ളത് പലർക്കും ചെയ്യാൻ പറ്റൂലാത്ത അവസ്ഥകൾ വന്നപ്പോഴാണ് ആ കാലഘട്ടത്തിൽ മെറ്റീരിയൽ കൊണ്ടുവന്നത് തന്നെ. പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞ മത്തായിയുടെ അവസ്ഥ തന്നെ ഞാൻ പറയുന്നു. ആ കാണുന്ന ബോഡിയല്ല മത്തായി, പോയ ആത്മാവുമല്ല, ആ പോയ ജീവനുമല്ല, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ പ്രോഡക്റ്റ് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ വിസിബിൾ അല്ലാത്തൊരു ജീവനും കൂടിയുണ്ട്. ഈ എനർജി ബോഡിയെ ട്രീറ്റ്മെന്റ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാകും. പക്ഷേ ബാറ്ററി ബാക്കപ്പ് നഷ്ടപ്പെട്ട ഒരാളെ എത്ര റീചാർജ് ചെയ്താലും നിലനിൽക്കില്ല. ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഹലോ, ടൂ വീലറിന്റെ ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് കാറിന്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി. അപ്പൊ ഓരോ ബാറ്ററിക്കും കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റി നഷ്ടപ്പെട്ട് വീണ്ടും റീചാർജ് ചെയ്താലും ചിലപ്പോൾ ചാർജ് കുറച്ചേരം നിൽക്കുള്ളൂ, അപ്പൊ തന്നെ പോകും. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ 11 ദിവസം കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെയ്യണമെന്ന് പറയാറുണ്ട്. പൂർണ്ണമായിട്ട് മാറിയാലും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് 11 ആഴ്ച കഴിഞ്ഞിട്ടേ നിർത്തണോ വേണ്ടെന്ന് തീരുമാനിക്കാവൂ. അതും വർഷങ്ങളായിട്ട് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് പോലുള്ള, ഹാർട്ട് പോലുള്ള രോഗങ്ങൾക്ക്, ക്യാൻസർ, സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾക്ക് മരുന്ന് കുടിക്കുന്നവര് ആ മരുന്ന് നിർത്തുകയാണെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യണം? ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ട് ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. കാരണം ആ മരുന്ന് കുടിക്കുമ്പോൾ എന്തായാലും കുറച്ച് ഗുണങ്ങൾ എന്തായാലും ഉണ്ടാവും, നമ്മുടെ ആവശ്യം എന്തായാലും വരും. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ മത്തായിയിലെ ആ എനർജി ബോഡി അത് തന്നെയാണ് നമ്മൾ ജനിക്കുമ്പോ, ഒരു കുട്ടി ജനിക്കുമ്പോ സൈഗോട്ടിന്റെ ടൈമില് അതിന് ജീവനുണ്ട്. 4-ാം മാസമാണ് അതിൽ ആത്മാവ് കയറിയതെങ്കിൽ അതിന് മുമ്പുള്ള ഘട്ടങ്ങളിലെല്ലാം കൈ വളർന്നു, കാല് വളർന്നു, എല്ലുണ്ടായി എന്നൊക്കെ പറയുമ്പോ അതിനൊരു ജീവന്റെ പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടതും കാണാത്തതുമായ എന്തോ ജീവന്റെ ഊർജ തലങ്ങളുണ്ട്. ആ ഊർജ തലത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. അതില് എനർജിയെ സപ്ലൈ ചെയ്യലാണ് ഞങ്ങളുടെ പണിയുള്ളൂ. അതില് ഇന്നത് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുമ്പോൾ, ഗ്രൂപ്പ് ഹീലിംഗ് ചെയ്യുമ്പോൾ മൊത്തത്തില് നിങ്ങളുടെ വേദനയെ അടിക്കാൻ പറ്റുന്ന ഒരു ഡെമോയാണ് ഞാൻ നേരത്തെ ചെയ്തത്. പക്ഷെ വേദന, ചിലപ്പോൾ നടുവേദന കിഡ്നിയുടെ പ്രശ്നമാണെങ്കിൽ കിഡ്നിയുടെ പ്രശ്നം മാറിയാലേ നടുവേദന മാറിയെന്ന് നമുക്ക് സൈൻ ചെയ്ത് തരാൻ പറ്റും. നടുവേദനയുടെ കാരണം ഗ്യാസ് ട്രബിളോ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ പ്രശ്നമോ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ പ്രശ്നമോ, യൂട്രസിന്റെ പ്രശ്നമോ, ഓവറിയുടെ പ്രശ്നമോ, പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമോ, ലിവറിന്റെ പ്രശ്നമോ, കിഡ്നിയുടെ പ്രശ്നമോ ഒക്കെ കൊണ്ട് നടുവേദന ഉണ്ടാകും. അപ്പൊ നടുവേദനയെ മാത്രം മാറ്റാൻ നടക്കുന്നത് സത്യത്തിൽ മണ്ടത്തരമാണ്. നടുവേദന ഒരിക്കലും നടുവിന്റെ വേദനയായി, നടുവിന്റെ രോഗമല്ല, ഡിസ്കിന്റെ രോഗമല്ല. ഡിസ്കിന് അത് വരാനൊരു കാരണക്കാരൻ എന്തുകൊണ്ട് അതാണ് മാറേണ്ടത്. ഹാർട്ട് ബ്ലോക്കാണ്, ഞരമ്പ് ബ്ലോക്കാണ് എന്ന് പറയുമ്പോൾ ആ ബ്ലോക്ക് ഉണ്ടാകാൻ ഒരു കാരണം ഉണ്ടാകും. ആ കാരണത്തിൽ ചികിത്സിക്കാത്തോടത്തോളം വീണ്ടും വീണ്ടും ബ്ലോക്ക് വരും. ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണം ഞരമ്പ് ചുരുങ്ങുന്നതാണെങ്കിൽ ഞരമ്പ് ചുരുങ്ങുന്നത് വീർപ്പിക്കാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ ആ സ്ഥലത്തെ ഞരമ്പ് വീർത്താലും അപ്പുറത്ത് ഞരമ്പ് വീണ്ടും ചുരുങ്ങും. അപ്പുറത്ത് ഞരമ്പ് ചുരുങ്ങുമ്പോൾ അവിടെ വീണ്ടും ബ്ലോക്ക് വരും. ബൈപ്പാസ് ചെയ്താലും ഞരമ്പ് ചുരുങ്ങിയാൽ ബ്ലഡിന്റെ ഫ്ലോ കുറയും, അപ്പൊ ബ്ലോക്ക് വരും. അതിന്റെ പേര് പ്ലാക്ക് എന്നാണ്. പ്ലാക്ക് മാറാത്തോടത്തോളം ബ്ലോക്ക് മാറില്ല, ഹാർട്ട് അറ്റാക്ക് മാറില്ല. ഇനി പ്ലാക്ക് ഉണ്ടാകാനുള്ള കാരണം എന്തോ ഉണ്ടാവും. ആ പ്ലാക്ക് ഉണ്ടാക്കാനുള്ള കാരണം മാറാത്തോടത്തോളം പ്ലാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹാർട്ട് അറ്റാക്കിന് ട്രീറ്റ്മെന്റ് ചെയ്യുകയും, ഇവിടെ ഈ സദസ്സിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക് വരികയും അതിനുവേണ്ടി ആൻജിയോഗ്രാം ചെയ്യുകയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും സദസ്സിനോട് ചോദിക്കുകയാണ്. സദസ്സ് അതിനൊരു ഉത്തരം പറയണം. കേൾക്കണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അല്ലെങ്കിൽ സർജറി ചെയ്തു, ബൈപ്പാസ് ചെയ്തു, എന്നിട്ട് മരുന്ന് കുടിച്ചു ഇനി വരാതിരിക്കാൻ. ഹലോ, അങ്ങനെ ആ വരാതിരിക്കാൻ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നവരും ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരും ആൻജിയോഗ്രാം ചെയ്തവരും സർജറി ചെയ്തവരും ഒന്ന് കൈപൊക്കാവോ? ഒന്ന് എഴുന്നേറ്റിരിക്കാവോ? കൈപൊക്കിയാൽ ഫീൽ ആവില്ല. എഴുന്നേറ്റ് എന്നാൽ അതിന്റെ രസം മനസ്സിലാവുള്ളൂ. 1, 2, 3, 4, 5 ഇതൊക്കെ ചെറുപ്പക്കാർ ഉൾപ്പെടെ ഉണ്ട്. വെരി ഗുഡ്. നിങ്ങളല്ല ചെറുപ്പക്കാരൻ, നിങ്ങൾ പ്രായമുണ്ടെന്ന് കണ്ടാലറിയാം. അയ്യോ, ഇയാളെയാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 50 ആയുള്ളൂ. നിങ്ങൾക്ക് എത്ര? 61. അത് 50 ചെറുപ്പക്കാരനാ. കാരണം 50 എന്ന് പറഞ്ഞാൽ മിടില്ല. നമ്മൾ ഓർത്തേക്കണ 60 പ്രായമായിരുന്ന.
മമ്മൂട്ടിക്ക് 70 ചില്ലാനായി, ഇപ്പോഴും ലൈൻ അടിച്ച് നടക്കുന്നു. അപ്പൊ അത് പ്രായമൊന്നുമല്ല. ജപ്പാനിൽ 120 വർഷമൊക്കെ ആയുസുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 60 വയസ്സുമ്പോൾ കുടുങ്ങി കിടക്കണോണ്ടാ. ഇനി 60 വയസ്സായി, ഇനിയിപ്പോ പോക്ക, എപ്പോഴാ കാലം വരണേന്ന് അറിഞ്ഞൂടാന്നാ. അതാണ് നമ്മുടെ കുഴപ്പം. അപ്പൊ അറ്റാക്ക് വന്നു. ഈ നിൽക്കണവരോടാണ് ഇനി എൻ്റെ അടുത്ത ചോദ്യം. ശ്രദ്ധിച്ചോളേ, ഇരിക്കണവരും നിൽക്കണവരും നോക്കണം. കാരണം നിങ്ങൾക്ക് അടിക്കാനുള്ള ലോട്ടറി ഇവർക്കുണ്ട്. ഹലോ, നിങ്ങൾക്ക് അടിക്കാനുള്ള ലോട്ടറി ഇവർക്ക് അടിച്ച ലോട്ടറിയാ. ഈ അടിച്ച ലോട്ടറി നിങ്ങൾക്ക് അടിക്കാനുള്ളതാണ്. നിങ്ങളൊന്ന് നോക്കിക്കോ. അറ്റാക്കിന് ആൻജിയോഗ്രാം ചെയ്തു, ബൈപ്പാസ് ചെയ്തു, അതിനുശേഷം മരുന്നും കുടിക്കുന്നുണ്ട്. എന്ത്? ആസ്പിരിൻ ഗുളിക, എക്കോസ്പ്രിൻ, അല്ലെങ്കിൽ പിന്നെ വേറെന്താ, ഡിപ്ലാറ്റ് 14, പിന്നെ അങ്ങനെ ലൂയിസ്റ്റർ, പരമാസ്റ്റർ എല്ലാം പരമാനന്ദവും കഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബ്ലോക്ക് വന്നവരോ അറ്റാക്ക് വന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? 1 2 3 4 5 6 7. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ നിങ്ങളോ അതിനുവേണ്ടി വന്നത് രണ്ടാമത് വന്നപ്പോ പിന്നെ രണ്ടാമത് ഇട്ടു അല്ലെ? 2 പ്രാവശ്യം സെന്റ് ഇട്ടു. ഗുഡ്. അവിടെ 2 പ്രാവശ്യം സെന്റ് ഇട്ടു. ഇപ്പോഴും മരുന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ ഹാർട്ട് പമ്പിങ്ങിന് കുറവാണ്. അപ്പൊ പിന്നെ ഇപ്പൊ വാൽവ് മാറ്റി വെച്ചാൽ മതിയാവും. അവിടെ ചെയ്തിട്ടില്ല, 1 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. വേറെ ആരാ കൈ നോക്കിയായിരുന്നു? 2 പ്രാവശ്യം ചെയ്തു. ഓക്കെ, 2 പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്. ഇരിക്കും. അവര് ഇനി വരാതിരിക്കാനുള്ള മരുന്ന് കുടിച്ചിരുന്നു. ഹലോ, പിന്നെയും വന്നു. എന്താ കാരണം? രോഗം മാറാനുള്ളതല്ലടോ നീ കഴിക്കുന്നത്. രോഗം മാറുന്നതാണ് സത്യത്തില് വരാതിരിക്കൽ. ഇനി തിരിച്ചൊരു ചോദ്യം. അക്യുപങ്ചറിൽ വന്നു, ചികിത്സിക്കാൻ വന്നു, അറ്റാക്കിന് ചികിത്സിക്കാൻ വന്നതാണ്. എന്നിട്ട് വീണ്ടും പിന്നീട് അറ്റാക്ക് വന്നു. ഒരാള് നമുക്ക് കമന്റ് വന്നതാണ്, എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് ഞാൻ 3 ദിവസം വന്നത്രേ. സ്ട്രോക്ക് വന്ന ആളാണ്. അങ്ങനെ 3 ദിവസം ട്രീറ്റ്മെന്റിൽ വന്നു. അത് കഴിഞ്ഞപ്പോ ആള് നിർത്തിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോ അയാൾക്ക് വീണ്ടും അറ്റാക്ക് വരികയോ സ്ട്രോക്ക് വരികയോ ചെയ്തു എഴുതിയ കമന്റ് കണ്ടു ഞാൻ. എൻ്റെ അടുത്ത് എത്ര ദിവസം വന്നേ? 3 ദിവസം. അപ്പൊ തന്നെ അവൻ പൊളിഞ്ഞു. കാരണം മിനിമം 5 ദിവസം ഒന്ന് നോക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 5 സിറ്റിംഗ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാതെ അവൻ പോയി. എന്നിട്ട് അവൻ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. ഹലോ, അവൻ എന്നെ നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ട് അവനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നു എന്ത്? അറ്റാക്ക് വന്നു. അവൻ മേടിച്ചതായിരിക്കൂല എന്ന് അവനിക്ക് തോന്നല്ല. അവൻ മേടിച്ച് കൂട്ടിയതാണെന്ന് അവനക്ക് അറിയാത്തതാണ് അവന്റെ കുഴപ്പം. ഹലോ, നാം മേടിച്ചു കൂട്ടുന്ന കർമ്മ എന്ന് പറഞ്ഞ നാം ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മളിലേക്ക് തന്നെ വരുമെന്നുള്ള സത്യം തിരിഞ്ഞിരുന്നെങ്കിൽ നാവിനെ നന്നായി സൂക്ഷിക്കുമായിരുന്നു. അപ്പൊ 3 ദിവസം വന്നു, അവന്റെ കാശ് പോയി എന്ന് പറഞ്ഞവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ചികിത്സ കൊണ്ടല്ല, അവൻ ചികിത്സിച്ചിരുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. 3 ദിവസം ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഐസിയുലായി എന്ന് പറഞ്ഞാൽ ഐസിയുലാവാനുള്ള കാരണം എന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ആക്കാതെ പോവുകയും എന്നെ നല്ലത് പറഞ്ഞിട്ടുണ്ടാവുകയും ചെയ്തു. അപ്പൊ പിന്നെ അവൻ ഈ കർമ്മങ്ങൾ കിട്ടിയേ പറ്റൂ. ചിലപ്പോ 500, 1000, 2000 പോയിട്ടുണ്ടെങ്കിൽ ആ പോയതാണ് അവൻ എടുത്ത് പറഞ്ഞതെങ്കിൽ അവന് 2 ലക്ഷം പോകേണ്ടതുണ്ടെങ്കിൽ ആ കർമ്മ നടന്നേ പറ്റൂ. പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവണ്ട. ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ അപ്പുറത്തും കുറെയൊക്കെ നടക്കണേ. നമുക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നമുക്കൊന്നും കുഴപ്പമില്ല. നമുക്ക് ആരെ പാര വെച്ചാലും കുഴപ്പമില്ല, നമ്മൾ നന്നായാൽ മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് ആരെങ്കിലും അടിച്ചു കിട്ടിയ സെറ്റായി. പക്ഷെ അടിച്ചു കിട്ടുമ്പോ നിനക്കോ നിന്റെ മക്കൾക്കോ ഉറപ്പായിട്ട് കിട്ടും എന്നുള്ള ഉറപ്പുള്ള ഒരു സാധനം നിനക്ക് കിട്ടിയ നീ അന്ന് നന്നാവും. നിന്റെ നാവിനെ നന്നായി സൂക്ഷിച്ചോ. കാരണം നിന്റെ നാവ് കൊണ്ട് അടിക്കുന്നതൊന്നും നിന്റെ വീട്ടിലേക്ക് കിട്ടാതിരിക്കില്ല. കർമ്മയാണ്, ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ ഇനിയും തിരിയാതെ പറഞ്ഞാലും തിരിഞ്ഞിട്ട് പറയുമ്പോ പിന്നെ എന്തായാലും ലോകത്ത് എന്താ പറയാ, കംസനും
ഫറോവയും ഫിരോവിനും അബൂജഹലൊക്കെ ഉണ്ടായതാണല്ലോ. അപ്പൊ അബൂജഹലന്മാര് ഇപ്പോഴും ഉണ്ടായേ പറ്റൂ. അവരെന്തായാലും കേൾവി ഉണ്ടാവൂല, അവരങ്ങനെ തന്നെ പോകാനുള്ളവരാണ്. ഹലോ, ഞാൻ എന്തോ പറഞ്ഞതാണ്, അതെന്റെ ലൈവുകാർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അത് കഷ്ടപ്പെട്ടിടത്തോളം വന്നിട്ട് നിങ്ങളോട് മാത്രം പറഞ്ഞതല്ല. പക്ഷെ നിങ്ങളിലും ആരോ ഉണ്ടാകും, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? പറഞ്ഞ വിഷയം ഹാർട്ട് അറ്റാക്ക് ഒരു പ്രാവശ്യം വന്നു, എന്നിട്ട് വീണ്ടും അറ്റാക്ക് വന്നപ്പോ നമ്മൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ പോയി വീണ്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ചെയ്യണോട്ടോ, അതൊന്നും പോകരുത് എന്നല്ല ഞാൻ പറയണേ, പോണം, നല്ലതാണ്. ഓക്കെ, ഹലോ, വീണ്ടും അറ്റാക്ക് വന്നു, വീണ്ടും ആൻജിയോപ്ലാസ്റ്റിയോ സർജറിയോ ചെയ്തു, വീണ്ടും നമ്മൾ വരാതിരിക്കാനുള്ള മരുന്ന് കുടിക്കുമ്പോ വീണ്ടും വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത എന്തോ ചോദ്യം അതിലില്ലേ? അല്ലെങ്കിൽ മനസ്സിലായിട്ടും നമ്മളിങ്ങനെ പോകുന്നതാണോ? അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വന്നത്, പ്ലാക്ക് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണം പ്ലാക്ക് ഞരമ്പുകൾ ചുരുങ്ങുന്നതാണെങ്കിൽ ആ ഞരമ്പുകൾ ചുരുങ്ങിയത് എന്തുകൊണ്ടാണോ അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് സക്സസ് ആയാലേ അവന് മാറും. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ആദ്യത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ബ്ലോക്ക് പോലുള്ളതുണ്ടെങ്കിൽ പിറ്റേന്നത്തെ രാവിലെ എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റിയാൽ ഞരമ്പുകൾ വികസിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നാളത്തെ പേപ്പറിൽ നിങ്ങൾ എന്താക്കണം, ശരീരത്തിൽ ഒരു ഉണർവ് കിട്ടിയെങ്കിൽ അത് എഴുതണം. അത് ഇവിടുത്തെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മുട്ടുവേദന, നടുവേദന, ഷുഗർ, പ്രഷർ, തൈറോയ്ഡ്, ഇതെല്ലാം നിങ്ങൾക്ക് പറയാനുള്ള രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾ വരാനുള്ള കാരണം എന്തെന്ന് അറിയാത്തോടത്തോളം, ആ കാരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്തോടത്തോളം നിങ്ങൾ ഞങ്ങളുടെ അടുത്തൊന്നും വന്ന് പറയരുത്. പറയാൻ വന്നാൽ അവന്റെ രോഗം മാറാൻ സമയം പിടിക്കാറുണ്ട്. പറയാൻ വന്നാൽ രോഗം മാറാൻ സമയം പിടിക്കാറുണ്ട്. 11 സിറ്റിങ്ങിന് പകരം 21 സിറ്റിംഗ് ചെയ്യുക. ക്ലിയർ? ഇത് എനർജി ബേസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നതാണ്. 8000 വർഷം പഴക്കമുള്ള ചികിത്സാ സംവിധാനമാണ് അക്യുപങ്ക്ചർ. അതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഞാനിത്. എൻ്റെ പേര് നിസാർ, എൻ്റെ ഫാദർ ഇട്ട പേര് നിസാർ എന്നാണ്, എൻ്റെ മാസ്റ്റർ ഇട്ട പേര് യോങ് ലിയാൻ എന്നാണ്. കുംഫു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചൈനയിലെ ഒരു മാസ്റ്റർ ഉണ്ട്, അദ്ദേഹം എനിക്കിട്ടൊരു പേരാണ് യോങ് ലിയാൻ. അപ്പൊ ഞാനത് എന്നിലേക്ക് 2 പേരോട് ചേർത്തപ്പോ നിസാർ യോങ് ലിയാനായി. ആ നിസാർ യോങ് ലിയാനാണ് NYL, ഹീലിംഗ്, എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ടെത്തിയ, ഞാൻ പഠിച്ച 10-23ഓളം ചികിത്സകൾ പഠിച്ചതിൽ നിന്ന് കണ്ടെത്തിയ ഒരു സമ്പത്താണ് നമ്മളിവിടെ ചെയ്ത ഡെമോ, നമ്മളിവിടെ ചെയ്യുന്ന ചികിത്സ. അത് ഏതെല്ലാം രോഗികളിൽ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാ രോഗികളിലും പറ്റും. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ ഒപ്പം ഇത് പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ ഒപ്പം ഇത് പറ്റും. പക്ഷേ ആ മരുന്നുകൾ ഡേഞ്ചറാണ്. കള്ളു കുടിക്കുന്ന ഒരാൾക്ക് ലിവർ സിറോസിസ് ഉണ്ടെങ്കിൽ ആദ്യം അയാൾ നിർത്തണം എന്നുള്ള ഒരു തത്വം സത്യത്തിൽ കിടപ്പുണ്ട്. അത് ആദ്യം മനസ്സിലാക്കി വെച്ചേക്കണം. എന്തായാലും ഈ ചികിത്സയോടൊപ്പം മറ്റു ചികിത്സകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ ചികിത്സയോടൊപ്പം തന്നെ ഇതും ചെയ്യാം. ലോകത്തിന്റെ എവിടെ ഇരിക്കുന്നവർക്ക് ഈ ചികിത്സ ചെയ്യാം. മരുന്നുകളില്ലാത്ത ചികിത്സയാണ് ഈ ചികിത്സ. കേവലം ഒരു 11 ദിവസത്തേക്കുള്ള ചികിത്സയല്ല. 11 ദിവസം കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ മെയിൻറ്റെയിൻ ചെയ്യണം. ക്രോണിക് ഡിസീസുകാർ, പെട്ടെന്ന് വന്ന രോഗങ്ങൾക്കൊന്നും അത് ആവശ്യം ഉണ്ടാവണമെന്നില്ല. പഴകിയ രോഗങ്ങൾക്കെല്ലാം നിർബന്ധമായിട്ട് അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഹോർമോൺ ഇംബാലൻസ്, ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ ഇംബാലൻസുകൾക്കെല്ലാം അത് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ 11 കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. ഇത് വന്ന് ചെയ്യണമെന്നില്ല, ഫോട്ടോ ഇട്ട് ചെയ്യാം. ഇവിടെ കിടന്ന് ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 2 നേരം ചെയ്യണം. കഴിഞ്ഞ ആഴ്ച വന്നവർ കുറെ പേര് പോയിട്ടില്ല. അതിന്റെ കാരണം 2 നേരം ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞൂടായിരുന്നു. ക്ലാസ് ഒക്കെ കേട്ടു, പക്ഷെ എന്ത് ചെയ്തില്ല, അവർക്ക് അറിയില്ല. അപ്പോ 2 നേരം ചെയ്യാം. അതിനുള്ള എന്താ പറയാ വിദ്യകള് നിങ്ങളുടെ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് ചെയ്യണമെന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ അത് തീർന്നാൽ പിന്നെ രാത്രി ചെയ്യണമെന്നില്ല. നേരത്തെ പോയി കിടന്നുറങ്ങാം. നമ്മുടെ അക്യുപങ്ചർ എന്താണ്, അതിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണ്, ഭക്ഷണം കഴിക്കേണ്ട എങ്ങനെയാണ്, വെള്ളം കുടിക്കേണ്ട എങ്ങനെയെന്നൊക്കെ ഇവിടെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അതെന്തിനെന്ന് ചോദിച്ചാൽ അതൊന്നും നിങ്ങൾ കേൾക്കാനാണ്. കാരണം അതെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് പറയാൻ നിന്നാൽ പിന്നെ സമയം പോകും.
നിങ്ങൾ കേൾക്കണം. ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, പഥ്യങ്ങൾ എങ്ങനെയാണ്, ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ഉറക്കത്തിന്റെയും കാര്യമാണ് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. വിശക്കുമ്പോൾ കഴിക്കാവുള്ളൂ, വയറ് നിറച്ച് കഴിക്കരുത്, സമയത്തിന് ഭക്ഷണം കഴിക്കരുത്. ഹലോ, സമയത്തിന് ഭക്ഷണം കഴിക്കരുത്. വിശപ്പിന് ഭക്ഷണം കഴിക്കണം. വിശപ്പിനാണ് ഭക്ഷണം, സമയത്തിനല്ല. ഇല്ലയോ? ദാഹത്തിന് പച്ചവെള്ളമാണ് കുടിക്കേണ്ടത്. ദാഹത്തിന് തിളപ്പിച്ചാറിയ വെള്ളമല്ല. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ അക്വേറിയത്തിലെ മീനിന് വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളം ഇട്ടാൽ ആ മീൻ ചത്തുപോകുമെങ്കിൽ നമ്മളും ഇതേ അവസ്ഥയിൽ തന്നെ പോകുന്നു. ഒറിജിനൽ വെള്ളം നമുക്ക് കിട്ടാത്തതിന്റെ കുറെ കുറവുകൾ നമുക്കുണ്ട്. വായു, ജലം ഇത് രണ്ടും ഒരു മനുഷ്യ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. അതിൽ ജലം, നല്ല ജലം തന്നെ കൊടുക്കുക. അതിൽ ക്ലോറിനുള്ള വെള്ളം പരമാവധി ഒഴിവാക്കുക. ക്ലോറിനുള്ള വെള്ളമാണെങ്കിൽ തുറന്നു വെക്കുക. എന്നിട്ട് അതിന്റെ ക്ലോറിൻ നഷ്ടപ്പെട്ടതിന് ശേഷം 48 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുക. ഇതെല്ലാം എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പാലിക്കുക, എങ്കിൽ രോഗം മാറിക്കോളും. പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റൂള്. നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇനി അകത്ത് പറയാനുള്ളതുണ്ടെങ്കിൽ അകത്ത് പറയും. എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന് ശേഷം പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കേണ്ടവർക്കൊക്കെ ഇരിക്കാം. കാരണം അവിടെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ കുറെ ആളുകൾ എഴുന്നേറ്റ് പോകും. അത് പഴയ ആളുകളായിരിക്കും. പുതിയ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ വീണ്ടും അവിടെ ഇരുന്നാൽ ചിലപ്പോൾ വേറെ മറ്റു പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല, മൂടനുസരിച്ചിട്ടായി. സത്യത്തിൽ ഇത്ര അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഒന്നും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അവിടെ വരിക, കണ്ണടച്ചിരിക്കാൻ പോവുക, കാശ് കൊടുക്കുക. അത് മറക്കരുത്. ചില ബിരുദന്മാരുണ്ട്, രാവിലത്തെ കാശ് കൊടുക്കും, രാത്രിത്തെ ഫോട്ടോ അയക്കും, കാശ് പിന്നെ തരാൻ പറയും, കൊടുക്കൂല. അങ്ങനെ ചില ബിരുദന്മാരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബിരുദന്മാർക്ക് പറ്റണത് എപ്പോഴാന്ന് വെച്ചാൽ പിടിക്കണത് പിന്നീടാണ്. കാരണം അവർക്ക് മാറ്റങ്ങളില്ല എന്ന് പറയുമ്പോൾ വെറുതെ ചോദിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ എന്തോ കേടൊക്കെ അവൾക്ക് കിടപ്പുണ്ടാവും. കേട് നീ എടുക്കരുത്, കേട് നീ എടുത്താൽ നിനക്ക് തന്നെ കേടാവും. ആർക്കും വേറെ ആർക്കും ഒന്നും സംഭവിക്കൂല. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അത്രക്കങ്ങടെ ഇടങ്ങേറൊക്കെ ആണെങ്കിൽ പറഞ്ഞാല് നമുക്ക് നോക്കാം. പക്ഷെ ഉറപ്പ് ഞാൻ പറയൂല. കാരണം എല്ലാവരും കൂടി വരണ്ട. എല്ലാവരും കൂടി വന്നാൽ എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമാണ്. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും പ്രശ്നത്തിലാണ്. പിന്നെ ഓരോരുത്തരും വന്ന് ഞാൻ കൂലിപ്പണിക്കാരനാണെന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. കൂലിപ്പണിക്കാരന്റെ സാലറി കൂടുതലാണ്. ശമ്പളക്കാരന് 15,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുക. കൂലിപ്പണിക്കാരന് ഡെയിലി 1200 രൂപയാണ് ഡെയിലി വരുമാനം. 1100, 1200, 30,000 മേലെ. അപ്പൊ കൂലിപ്പണിക്കാരനാണെന്ന് പറഞ്ഞൊന്നും ആരും വരില്ല. പൈസ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, പൈസ ഇല്ലെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാം. രണ്ടുമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള വഴിയും അതിൽ എഴുതിയിട്ടുണ്ട്. ട്രയൽ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ പൈസ പോകുമോ ഇല്ലയോ, തട്ടിപ്പാണോ ഇല്ലയോ എന്ന് സംശയമുള്ളവർക്ക് ട്രയൽ ചെയ്താൽ മതി. അപ്പൊ പൈസ കൊടുക്കണ്ട. പക്ഷേ 5 സിറ്റിങ്ങിന് ശേഷം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിർത്തി പോകോളൂ. ഇനി റിസൾട്ട് കിട്ടിയില്ലെങ്കിലും 6ാമത്തെ സിറ്റിങ്ങിന് ചെയ്യണമെങ്കിൽ ഫീസ് അടക്കണം. നമ്മുടെ റൂളാണ്. ക്ലിയർ അല്ലേ? ഫീസ് അപ്പോഴത്തെ മാത്രം അടച്ചാൽ പോരാ, അതിന് മുമ്പ് ചെയ്ത് 5 അടക്കണം. കാരണം ബിരുദന്മാർക്കുള്ളൊരു ഗെയിമാണ്. ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ എഴുതിയ പേപ്പർ ഒന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം. എനർജിയെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എനർജിയെ അല്ല, നിന്റെ ബോഡി എനർജി റീചാർജ് ചെയ്യലാണ് നമ്മൾ ചെയ്യുന്നത്. ആ റീചാർജ് ചെയ്യൽ എത്ര നാൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നീ മര്യാദക്കാണ് നടക്കുന്നതെങ്കിൽ നിനക്ക് പിന്നെ മാറിയാൽ പിന്നെ ചെയ്യണമെന്നില്ല. നിന്റെ വായിലെ നാക്കുകൊണ്ട് അമ്മായിയമ്മ പോലെടുക്കുന്ന എന്താ പറയാ, അമ്മായിയമ്മയാണെങ്കിൽ മരുമോളോട് പോലെടുക്കുന്നിടത്തോളം കാലം നമ്മളുടെ റീചാർജ് അവർ ചെയ്യുക. മനസ്സിലായ? മരുമോളോട് എപ്പോഴും അമ്മായിയമ്മ പോലെടുക്കണം. അമ്മായിയമ്മയാണെങ്കിൽ അവരെപ്പോഴും ഈ ട്രീറ്റ്മെന്റ് കൂടി ചെയ്യുക. കാരണം അവിടെ പോലെടുക്കണതനുസരിച്ചിട്ട് അവർക്ക് എനർജി വീക്കാവും. അപ്പൊ ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ എത്ര നാളെന്ന് ചോദിച്ചാൽ അമ്മായിയമ്മ പോലും മാറുന്നവരെ. ഭർത്താവ് ഭാര്യയോട് കാട്ടുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഭർത്താവ് ചമഞ്ഞ് ഭാര്യയുടെ എന്താ പറയാ, ഭാര്യയെ താഴെ കെട്ടിക്കിടക്കുന്ന ഒരു ഭാര്യ എന്ന തലത്തില് അവളെ കൊണ്ട് മിണ്ടിക്കാതെ അവളെ അടിച്ചമർത്തി ജീവിക്കുന്ന ഭർത്താവും, ഭർത്താവിനെ അടിച്ചമർത്തി ജീവിക്കുന്ന ഭാര്യയും, പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയും എല്ലാം രോഗം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കർമ്മങ്ങളിൽ പെടും. അക്യുപങ്ചറും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അക്യുപങ്ചർ തന്നെയാണിത്, ഇത് തന്നെയാണ് അക്യുപങ്ചർ.
സൂചി കുത്തുമ്പോൾ സൂചി കുത്തിയതാണ്, തൊട്ടപ്പോൾ തൊട്ടതാണ്, തൊടാതെ ചെയ്തതാണ്, എല്ലാം അക്യുപങ്ക്ചർ തന്നെയാണ്. സൂചി കുത്തിയാലേ അക്യുപങ്ക്ചർ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ 2000 വർഷത്തിന് മുമ്പ് സൂചിയില്ല. അക്യുപങ്ക്ചറിന് 5000 വർഷത്തിന് മേലെ പഴക്കമുണ്ട്, 8000 വർഷം പഴക്കമുണ്ടെങ്കിൽ എന്തായാലും 5000 വർഷം പഴക്കം ഏറ്റവും കുറഞ്ഞ് വെച്ചാൽ പോലും അന്ന് സൂചിയില്ല. സൂചിയല്ല അക്യുപങ്ക്ചർ. ഡെമോ ഞാൻ ചെയ്തു. ഏതൊക്കെ രോഗത്തിനാണ് ഈ ചികിത്സ പറ്റുക എന്നുള്ള ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ രോഗത്തിനും പറ്റും. ഇനി ഇവിടെ വന്നിട്ട് ആ രോഗത്തിന് പറ്റോ, എൻ്റെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ട്, സെറിബ്രൽ പാൽസി ഉണ്ട്, വീട്ടിൽ ഉമ്മ കിടപ്പിലാണ്, നട്ടല് പൊട്ടിപ്പോയി കിടക്കുകയാണ്, ഈ വക വർത്താനങ്ങളായിട്ട് ആരും വരണ്ട. ഇതൊക്കെ നിങ്ങൾ ചികിത്സിച്ച് നോക്കുക, ഡിസ്റ്റൻസ് ആയിട്ട് ഹീൽ ചെയ്ത് നോക്കുക. എനർജി അയാൾക്ക് ബാലൻസ് ചെയ്താൽ ചില ആളുകൾക്ക് ഗുണം ചെയ്യാറുണ്ട്. ഓട്ടിസത്തിനും സെറിബ്രൽ പാൽസിക്കൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായവരുണ്ട്, ഉണ്ടാവാത്തവരുണ്ട്. എന്നാൽ നടുവേദനക്കും മുട്ടുവേദനക്കും കുട്ടികളില്ലാത്തതിനും ഹാർട്ട് അറ്റാക്കിനും പോലുള്ള രോഗങ്ങൾക്ക് റിസൾട്ട് കണ്ടിട്ട് തന്നെ പോകാറുള്ളൂ, റിസൾട്ട് ഇല്ലാതെ പോയിട്ടില്ല. ചികിത്സ 3 നേരമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഏതെങ്കിലും ഒരു നേരമാണ് കിടന്ന് ചെയ്യേണ്ടവർ, വരുന്ന് ചെയ്യേണ്ടവർ ചെയ്യേണ്ടതുള്ളൂ. വന്ന് ചെയ്യേണ്ടവർ പരമാവധി ഉച്ചയ്ക്ക് ശേഷമുള്ളത് ചെയ്യാം. ട്രീറ്റ്മെന്റ് ടൈമിനും അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ വന്നാൽ മതി. ട്രീറ്റ്മെന്റ് ടൈമോട് കൂടി ഓടിയണച്ച് വരരുത്. ആരുടെയും ടോക്കൺ നിങ്ങൾ അഡ്വാൻസ് എടുത്തു വെക്കരുത്. ഒരാൾ ആലുവയിൽ നിന്ന് വരണുണ്ടാവുള്ളൂ, അപ്പൊ ഇവിടെ ടോക്കൺ എടുത്ത് വെക്കരുത്. കാരണം അതിന് മുമ്പ് വന്നവർക്കുള്ള ടോക്കൺ, അകത്ത് കയറാനുള്ള ടോക്കൺ ഉണ്ട്, പുറത്തിരിക്കുന്ന ടോക്കൺ ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്, ശ്രദ്ധിച്ചോളേ. അകത്തൊരു 240ഓളം ചെയറാണുള്ളത്. ആ ചെയർ കംപ്ലീറ്റ് ആയാൽ പിന്നെ കൊടുക്കുന്ന ടോക്കണ് മാറ്റം ഉണ്ടാവും. അപ്പൊ ആ ടോക്കൺകാർ ഒന്നില്ലെങ്കിൽ വാർക്കപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ ആ റിസപ്ഷന്റെ മുമ്പിലായിരിക്കും ഇരിക്കുക. അപ്പൊ അവിടെ ഇരിക്കാൻ പറ്റൂല, എനിക്ക് അങ്ങനെ ഒന്നും പറ്റൂല, ഞാൻ അകത്ത് ഇരിക്കുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ അവര് അപ്പൊ ടോക്കൺ എടുക്കണ്ട. ഇത് അകത്താണോ പുറത്താണോ എന്നൊന്ന് ചോദിച്ചേക്കുക. പുറത്താണ്, ഇനി അകത്താണോ പുറത്താണോ എന്ന് അറിയണ്ട. നിങ്ങൾ പുറത്താണെന്ന് കണ്ടാൽ അവിടെ ഇരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിലേക്ക് ഇരുന്നാൽ മതി, നോ ഇഷ്യൂ. അല്ലെങ്കിൽ അവര് ധൃതിപ്പെടാതെ എന്ന് പറഞ്ഞാൽ ടോക്കൺ എടുക്കണതിന് കുഴപ്പമില്ല, പക്ഷെ അവിടെ ആ പരിസരത്ത് ആ ബാച്ച് ഇറങ്ങാതെ, തൊട്ടു മുമ്പുള്ള ബാച്ച് ഇറങ്ങാതെ റിസപ്ഷന്റെ മുമ്പിൽ ഒരാൾ വരരുത്. അവര് പോയി തീർന്ന് ചെയർ സെറ്റ് ചെയ്യാതെ ഒരാൾ അങ്ങോട്ട് കയറരുത്. ഇത് നമ്മളെ പ്രധാനപ്പെട്ട റൂളാണ്. കണ്ണടച്ചിട്ടിരിക്കണ്ട, കണ്ണു തുറന്നിരിക്കുക. കണ്ണടച്ചിരിക്കണ്ട, കണ്ണു തുറന്നിരിക്കുക. രോഗം പറയാതെ മാറുമോ എന്നാണ് ചിലവർ ചോദിക്കുക. പറഞ്ഞിട്ട് തന്നെ മാറണില്ല, പിന്നെ എങ്ങനെ പറയാതെ മാറണേന്നാണ് ചിലർ ചോദിക്കുക. പറഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ ഇപ്പൊ പറയാതെ മാറുമോ കൂടി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് മരുന്നൊന്നുമില്ല, സൈഡ് എഫക്റ്റും ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പനി, ജലദോഷം, ചുമ, ഛർദ്ദി, തുമ്മൽ, ചൊറിച്ചിൽ പോലുള്ള 7ഓളം വിഷയങ്ങൾ ചില ആളുകൾക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വരാം. പനി, ജലദോഷം, ചുമ, ഛർദ്ദിൽ, തുമ്മൽ, ചൊറിച്ചിൽ പോലുള്ള രോഗങ്ങൾ നമ്മുടെ ചികിത്സയോടൊപ്പം വരാം. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളുടെ വീഡിയോസ് ഉണ്ട്. പനിക്ക് ചെയ്യേണ്ടുന്ന, കൊറോണ വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്ന വീഡിയോസ് കിടപ്പുണ്ട്. ആ വീഡിയോസിൽ അത്യാവശ്യം പനിയുടെയും വയറിളക്കത്തിന്റെ ഒക്കെ ടിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വയറിളക്കം വന്നാൽ എന്ത് ചെയ്യണം, പനി വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പനിയുടെ വീഡിയോ കണ്ടാൽ മതി. അതിന്റെ ഫുഡിന്റെ സിസ്റ്റം നിങ്ങൾ പാലിക്കുക. പൊള്ളലേറ്റാൽ, ശ്വാസം മുട്ട് വന്നാൽ, തലവേദന വന്നാൽ, ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള മുദ്ര, BP-ക്കുള്ള മുദ്ര, ഷുഗറിനുള്ള മുദ്ര ഒക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഷുഗറാരെ നിർബന്ധമായിട്ടും BP-യുടെ മുദ്ര നിർബന്ധമായിട്ടും പിടിക്കണം. BP-യുടെ മുദ്ര ഇതാണ്. അതേപോലെ ഷുഗറിന്റെ മുദ്രയുണ്ട്. ഈ 2 മുദ്രയും ഈ ഷുഗറുകാർക്കും BP-ക്കാർക്കും കിഡ്നിക്കാർക്കും പിടിക്കാം. ഒക്കെ യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾ പിടിക്കുക. രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം. 9 മണിക്കും 11 മണിക്കും മുമ്പ് ഉറങ്ങുന്നവർക്ക് ഹോർമോൺ ഇംബാലൻസ്, ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങുക. ദേഷ്യം, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്
പോലുള്ളതൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണത് എപ്പോഴും നല്ലതാണ്. മറ്റുള്ളവരോടുള്ള പക വെച്ച് നടക്കുന്നവന് വലിയ വലിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവനോടുള്ള പക നിനക്കുള്ള രോഗമാക്കി മാറ്റാൻ നീ എന്തിനു വെറുതെ പണിയെടുക്കണം? നന്നായി ജീവിച്ചാൽ അവനവന് നന്നായി സമാധാനത്തിലൂടെ ജീവിക്കാം. അല്ലെ മറ്റുള്ളവനോട് അവൻ എങ്ങനെയെന്ന് ഞാൻ അന്വേഷിക്കേണ്ട ഇതില്ല. ഖുർആനിൽ ഒരു വേർഡുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. നിനക്ക് നിന്റെ മതം, അവൻ അവന്റെ മതം. അവൻ അവന്റെ റൂട്ടിൽ പോകട്ടെ, നീ നിന്റെ റൂട്ടിൽ പോവാ. നീ അവൻ നല്ലതാണോ ചീത്തയാണോ എന്ന് നീ അന്വേഷിക്കേണ്ടതില്ല. നീ നിന്നെ നോക്കിയാൽ മതി, നീ നിന്നെ നന്നാക്കിയാൽ മതി. മറ്റുള്ളവരെ അളന്ന് നീ അവർക്ക് മാർക്കിടാൻ നടക്കരുത്. അങ്ങനെ മാർക്കിടാൻ നടന്നാൽ നീ പലപ്പോഴും പണിയിലാവാനാണ് സാധ്യത. നാവിനെ സൂക്ഷിക്കുക. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടും. തർക്കശാസ്ത്രങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്, ചെവി സംബന്ധമായ പ്രശ്നങ്ങളെ സ്റ്റഡി ചെയ്യുന്നവർക്ക് കിഡ്നി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചെവി കിഡ്നിയുടെ ഔട്ടർ ഓർഗനാണ്. അങ്ങനെ കുറേ നോളജുകളുണ്ട്, പക്ഷെ എല്ലാം പറയേണ്ടതില്ല. ഇതൊരു എനർജി സിസ്റ്റമാണ്. ഈ എനർജി സിസ്റ്റത്തിൽ പറഞ്ഞാലനുസരിച്ചാൽ രോഗം മാറും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ 12ഓളം മെറിഡിയനെ ബാലൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് ഞാൻ എൻ്റെ വൈഫിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇത് അത്ഭുത വിദ്യ ഒന്നുമല്ല, പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും, പഠിച്ചാലേ ചെയ്യാൻ പറ്റൂ. എന്നാൽ ഈ ഒരു സിസ്റ്റം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഞാനിത് കണ്ടെത്തിയതാണ്. എൻ്റെതായിട്ടുള്ള സ്വതസിദ്ധമായ എന്താ പറയാ, എൻ്റെതായിട്ടുള്ള കണ്ടെത്തലുകളിലൂടെ കണ്ടെത്തിയ 3ഓളം ചികിത്സകൾ. ഒന്ന് എൻവൈൽ ലീഫ് തെറാപ്പി, എൻവൈൽ മുദ്ര തെറാപ്പി. മുദ്ര തെറാപ്പി കേരളത്തിൽ മുദ്ര തെറാപ്പി ഉണ്ട്. ലീഫ് തെറാപ്പി കൊറിയൻ ചികിത്സയായ ലീഫ് തെറാപ്പി ഉണ്ട്. അതിലെല്ലാം ആ ഒരു ചികിത്സയല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ചികിത്സ ഞാൻ അതിലെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയുള്ള മറ്റൊരു ചികിത്സയാണ് എനർജി ഹീലിംഗ്. ഇതിൽ ഞാൻ പറയുന്ന സിസ്റ്റം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗം മാറാൻ സാധ്യത ഉണ്ട്. രോഗം എല്ലാം മാറ്റി തരുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു രോഗത്തെയും മാറ്റി തരുമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ഒരു രോഗത്തെയും മാറ്റാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ രോഗത്തെ മാറ്റുമെന്ന് ഞാൻ പറയില്ല. എനർജി ഹീലിംഗ് ആണ്. എനർജി എനിക്ക് സപ്ലൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് അറിയാം. ആ ടെക്നിക്ക് വെച്ച് ഞാൻ ചെയ്യും. അത് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എഫക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്തിപ്പോകാം എന്ന് പറഞ്ഞാൽ അതിന് ഒരു പരിധിയുണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ പിടിക്കും, ചില ആളുകൾക്ക് പിടിക്കണമെന്നില്ല. പക്ഷെ ശനിയാഴ്ച നമ്മൾ കാണിക്കും 95% റിസൾട്ട് ഉണ്ടായിട്ടേ പോകും. ഹലോ, ഒരു ചികിത്സാ സംവിധാനത്തിൽ പോയാൽ അതിൽ 95% റിസൾട്ട് ഉണ്ടെങ്കിൽ അത് വിജയം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ശനിയാഴ്ച നിങ്ങളെ തെളിയിക്കും. 95% റിസൾട്ടോട് കൂടി അല്ലാതെ പോകൂല. ബാക്കി 5% അവർക്ക് കുറച്ച് കേടുകൾ ഉണ്ടെങ്കിൽ ആ കേടുകൾ അവർ എന്ത് എന്ന് കണ്ടെത്തണം. എന്നിട്ട് അവർ തിരുത്തണം. അങ്ങനെ തിരുത്തിയാൽ അവരൊരു 10 ദിവസം കൂടി 21 സിറ്റിംഗ് ആക്കണം. അതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട സിസ്റ്റം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ സെഷൻ തുടങ്ങാം. പറയൂ, വിഷയം പറയൂ. അതുമ്മ പിടിച്ചാൽ പിടിച്ചളയരുത്. എത്ര ഹീലിംഗ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ചെറിയ കുട്ടികളായാലും വലിയവരായാലും ചികിത്സയൊക്കെ ഒന്ന് തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽ ബാക്കി നമ്മൾ അകത്ത് പറയാറുണ്ട്. 11 സിറ്റിംഗ് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. നിങ്ങളുടെ കാർഡിന്റെ ബാക്കിൽ 5 സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് കാർഡിന്റെ ബാക്കിൽ കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജിലെ പകുതിയാണ് 11 സിറ്റിംഗ്. അത് ആഴ്ചയിൽ 11 സിറ്റിംഗ് കൂടി ആകുമ്പോഴാണ് അതൊരു സ്റ്റേജ് ആവുക. അങ്ങനെ 5 സ്റ്റേജ് ചെയ്യലാണ് ഒരു കോഴ്സ്. അത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ട്രീറ്റ്മെന്റ്. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒന്ന് തന്നെയാണ്. അവർ കണ്ണടച്ചിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കണ്ണടച്ചിരുന്നാൽ മതി. കുട്ടികൾ പവർഫുൾ ആണ്, അവർക്ക് കളങ്കങ്ങളില്ലാത്തതുകൊണ്ട് കണ്ണു തുറന്നിരുന്നാലും കുഴപ്പമില്ല. രോഗങ്ങളുടെ വിവരങ്ങൾ പറയാൻ വേണ്ടി ആരും വരരുത്. കുട്ടികൾ ഇരിക്കുമ്പോൾ അവര് എഴുന്നേറ്റ് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ആർക്കെങ്കിലും ഇരിക്കുക. ബാക്കിയുള്ളത് വീട്ടിൽ പോയിട്ട് ചെയ്യണേന് കുഴപ്പമില്ല. പക്ഷെ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോക്കാണ് എപ്പോഴും നല്ലത്. ആ 5 ദിവസം ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യലാണ് നല്ലത്. കാരണം ചില കാര്യങ്ങൾ ശരിയാവലുകൾ ഇവിടെ നടക്കാറുണ്ട്, ശരിയാക്കലുകൾ ചിലപ്പോൾ അവിടെ നടക്കും. രാവിലെ 5 മണിക്ക് പോയി 11 മണിയാകുമ്പോ വരുന്നവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ യാതൊരു നിർവാഹവും ഇല്ല, ഒന്നും ചെയ്യാനില്ല.
അപ്പൊ അവര് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പറ്റിയ 1 മണിക്കൂർ എവിടെയെങ്കിലും പോയി ഇരിക്കുക. അവർ ചോറ് തിന്നുന്നത് പോലെ ഇതിന് ഒരു സമയം കണ്ടെത്തുക. അപ്പൊ രാവിലെ 7:30-ക്കോ രാവിലെ 10:30-ക്കോ വൈകിട്ട് ഉച്ചക്ക് 1:30-ക്കോ ഒക്കെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. ആ സമയം നിങ്ങൾ എവിടെയാണോ, നിങ്ങൾ റൂട്ടിൽ ഓടുകയാണ്, കാറിലിരിക്കുകയാണ്, കാറിലിരുന്ന് ഫോട്ടോ ഇട്ടാലും അവിടെ 1 മണിക്കൂർ ഇരുന്നാൽ ട്രീറ്റ്മെന്റ് നടക്കും. ഇനി അതല്ല, ഈ പറയപ്പെട്ട സമയത്തൊന്നും പറ്റൂലാത്ത ആളുകൾക്ക് എമർജൻസി ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതിന് ഫീസിന് ചെറിയ വ്യത്യാസമുണ്ട്. 1000 ആണ് അതിന്റെ ഫീസ്. ഇൻഡിവിജ്വൽ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അയച്ചാലും ട്രീറ്റ്മെന്റ് ചെയ്യും. അതിന് നമ്മുടെ സമയം കൂടി നോക്കും. അത്രേ ഉള്ളൂ. രോഗം പറയാനാണ് നിൽക്കരുത്. എത്ര പ്രാവശ്യം ചെയ്യണോ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അതേപോലെ തന്നെ. കുഴപ്പമുണ്ടാ? എനിക്ക് ഇത്തിരി അന്താന്ന് കൂട്ടിക്കോ. രജിസ്ട്രേഷൻ ചെയ്യാത്തവര്, ഫീസ് അടക്കാത്തവര് എന്ത് ചെയ്യാ? അത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇരുന്നാൽ ഫീസ് അടക്കാത്തവര് അവിടെ തന്നെ ഇരുന്നത് ഞാൻ പറയും. കിഡ്നി പേഷ്യന്റ് ആണെന്ന് അറിയാം, 5-ന് മുകളിലാണെന്ന് അറിയാം, ഡയാലിസിസ് പറഞ്ഞേക്കണെന്ന് അറിയാം. ഇനി ബാക്കി എന്താണെന്ന് പറയാം. 5 ദിവസം ഇരുന്നിട്ടല്ല, ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യാം. ഇനി 5 ദിവസം ഇരുന്നിട്ട് വീട്ടിൽ പോയി ചെയ്യാം. ഇടങ്ങേറാണെങ്കിൽ ഇവിടെ ഇരിക്കേ ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളെ നോക്കി പറഞ്ഞിരുന്നതാണ്. അനിയനോട് പ്രത്യേകം ചൂണ്ടിയതാണ്. എന്ന് പറഞ്ഞാൽ ഛർദിലോ ഓക്കാനമോ ബ്രീത്തിങ് ഇഷ്യൂസോ നടക്കുമ്പോൾ ഹെവിനെസ് വരുന്നുണ്ടോ, ഇന്നേ ഇവിടെ നിൽക്കണമെന്നില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യലാണ് ബെറ്റർ. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നിങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റും. അല്ല ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക. നെഞ്ചിൽ ഹെവിനെസ് ഉണ്ടെങ്കിൽ ക്രിയാറ്റിൻകാരോടാ പറയണേ, ഹാർട്ടിന് ക്രിയാറ്റിൻകാർക്ക് നെഞ്ചിൽ ഹെവിനെസ് ഉണ്ട്, നടക്കുമ്പോൾ ഹെവിനെസ് വരുന്നുണ്ട്, നെഞ്ചിലൊന്ന് ഭാരം കയറ്റി വെച്ച പോലെ തോന്നുന്നുണ്ട്, നടക്കാനേ പറ്റണില്ലാത്തവരുണ്ടെങ്കിൽ അവര് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കിടക്കുമ്പോൾ ശ്വാസം മുട്ടുണ്ടെങ്കിൽ അവരിന്ന് റൂമെടുത്ത് കിടക്കണമെന്നില്ല, വീട്ടിൽ പോയി ചെയ്താൽ മതി, ഫോട്ടോ വിട്ട് ചെയ്താൽ മതി. കാരണം ഇവിടെ കിടന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടെ പരിചയമുള്ള ഹോസ്പിറ്റൽ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്കലാപ്പാവും. നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവൂന്നല്ല. 90% റിക്കവറി വന്നു, 10% ഇടങ്ങേറുണ്ടെങ്കിൽ ആ 10% ഇടങ്ങേറാവാതിരിക്കാനാണ്. ആർക്കാ? കിഡ്നി ഡിസീസ് ആണ്. പ്രത്യേകിച്ച് എന്തില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അയാൾ കിഡ്നി രോഗിയല്ല. ഹലോ, കിഡ്നി രോഗിയല്ല. ക്രിയാറ്റിൻ എത്രയുണ്ട്? 5.8 ഉണ്ട്. ഓക്കെ, എൻ്റെ ഒരു ചോദ്യം, ക്രിയാറ്റിൻ 5.8 ഉണ്ട്, അയാൾക്ക് ഫിസിക്കലി ഒരു പ്രശ്നമില്ല. ഹലോ, നല്ല ചോദ്യമാണത്. അപ്പൊ എങ്ങനെയാണ് ഞാൻ നാളെ പേപ്പറിൽ എന്തെന്ന് എഴുതണേ? അയാൾക്ക് ഒരു കുഴപ്പമില്ലാന്ന്. സത്യത്തിൽ കുഴപ്പമില്ലാതോളം ഇപ്പോഴെങ്കിലും മനസ്സിലായാൽ മതി. ക്രിയാറ്റിൻ കൂടിയാൽ, ശ്രദ്ധിച്ചോളണേ, ക്രിയാറ്റിൻ കൂടിയാൽ കിഡ്നി പ്രശ്നമാണ്, ഡയാലിസിസ് ചെയ്യണം. ഇതല്ലേ നമ്മുടെ പ്രശ്നം? ലൈവ് നിർത്തിയോ? അങ്ങനെയല്ലേ നമ്മുടെ പ്രശ്നം? അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഒരാൾക്ക് ശ്വാസം മുട്ടുണ്ട്, ശരീരത്തിൽ മുഴുവൻ നീരുണ്ട്, ക്രിയാറ്റിൻ 2 ഉള്ളൂ. ക്രിയാറ്റിൻ, ഹലോ, ആ ഡയാലിസിസ് ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയേ. ഡയാലിസിസ് ചെയ്യണവര്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണവര് ഒന്ന് കവരോ? എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാനാ. ഞാനിതിലൊരു ഇത്തിരി പൊട്ടനാ. നിങ്ങൾ ഇത്തിരി വിദ്യാഭ്യാസം ഉണ്ടാവുമല്ലോ, കാരണം എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പൊ തന്നെ അയാൾ നടക്കുമ്പോൾ തന്നെ അറിയാം ഡയാലിസിസ് ചെയ്യുന്നതാണ്. പക്ഷെ അയാളുടെ നടത്തത്തിന് പ്രശ്നമുണ്ട്, നടക്കാൻ തന്നെ കിതപ്പുണ്ടാവും, ഇടങ്ങേറും ഉണ്ടാവും. എൻ്റെ ഒരു ചോദ്യം, ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അയാളുടെ ക്രിയാറ്റിൻ പ്രശ്നം കൂടുമ്പോഴാണ്. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, അയാൾക്ക് ശ്വാസം മുട്ട് വന്നു, എന്ത് കണ്ടാലും ഛർദ്ദിക്കുന്നു, ഓക്കാനിക്കുന്നു. ഓക്കെ, എന്ത് കണ്ടാലും ഛർദ്ദിക്കുകയും ഓക്കാനിക്കുകയും ചെയ്യുന്നു, കിടക്കുമ്പോൾ പോലും ശ്വാസം മുട്ടുന്നു, മൂത്രം പോകുന്നില്ല. ഇതിൽ മൂത്രം പോകുന്നില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യണം. ശ്വാസം മുട്ടോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്കാനമോ വന്നിട്ട് കിടക്കാൻ പറ്റൂലാത്ത രീതിയിൽ ബ്രീത്തിങ് ഇഷ്യൂ വന്ന സർജറി, ഡയാലിസിസ് ചെയ്യണം. ഇതിലേതാ നിങ്ങൾക്ക് ചെയ്തത്?
എനിക്ക് ക്രിയാറ്റിൻ 10 ലക്ഷമാണ് പിന്നെ കാലഘട്ടത്തിൽ അറിയുന്നത്. എനിക്ക് യോഗാനമോ വളർത്തിയതാണെന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ 3 ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ട് മൂത്രം പോകാനാണ് ഞാൻ ഇവിടെ വന്നത്. ഈ മൂത്രത്തിൽ പോലെ ഭയങ്കര വേദന. ഒരു 2-3 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഏകദേശം 5 പ്രോസസ്സുകളുണ്ടായിട്ടുണ്ട്. ഇത് ചോദ്യം ഒന്നുകൂടി. ക്രിയാറ്റിൻ 10 ആയപ്പോഴാണ് ഡയാലിസിസ് ചെയ്തത്. നിങ്ങൾക്ക് ശാരീരികമായി മൂത്രം പോകുന്നുണ്ടായിരുന്നോ? അന്നേരം മൂത്രം പോകുന്നുണ്ടായി. ഇപ്പം മൂത്രം പോകുന്നുണ്ടോ? ഇപ്പൊ വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത്. ഹലോ, ബോധം വെക്കാനാണ് കേട്ടാ. എല്ലാവർക്കും ബോധം വെക്കൂല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 പ്രാവശ്യം ഞാൻ ഹാർട്ടിന്റെ സർജറി ചെയ്തതാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചികിത്സിക്കുമ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റിന്റെ പൈസ തന്നാൽ മതിയോ? ആ ചോദ്യം ചോദിച്ചത് പാവം വേറെ എന്തെങ്കിലും അർത്ഥത്തിലാണെങ്കിൽ പോലും ചോദ്യം ചോദിക്കാൻ വരരുത്. കാരണം ഇസ്ലാമിലൊരു അത് ഖുർആനായത്തുണ്ട്. അത് ഫാത്തിഹ കഴിഞ്ഞിട്ട് ബക്കറ എന്നാണ് അതിന് പറയാം. ഒരു ആയത്ത്, ഒരു സൂറത്ത് ബക്കറ. ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചല്ലോ സാർ എന്തൊക്കെ പശു, എത്ര പൊക്കമുള്ളത് വേണം, എന്ത് കളറുള്ളത് വേണം, അങ്ങനെ കുറെ ചോദ്യം ചോദിച്ച് ലാസ്റ്റ് അവർ കുടുങ്ങിപ്പോയി. അങ്ങനെ കുറെ കഥകൾ പറയാറുണ്ട്. അതെപ്പോഴും ശ്രദ്ധിച്ചോളും. ഇപ്പൊ മൂത്രം പോകുന്നില്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ് അല്ലേ? നേരത്തെ മൂത്രം പോകണ്ടായിരുന്നു. ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് മൂത്രം പോകണ്ടായില്ലേ? എന്റെ ചോദ്യം, അന്നേരം മൂത്രം പോകുന്നുണ്ടായിരുന്നോ ഇല്ലയോ? ഇപ്പൊ മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ? പ്രോസ്റ്റേറ്റിന്റെ ഇടം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്കുള്ള വിഷയം ഇത്രേ ഉള്ളൂ. ടാങ്കിൽ വെള്ളമുണ്ട്, പൈപ്പ് തിരിച്ചാൽ വെള്ളം വരും. എങ്കിൽ എന്റെ മോട്ടർ നന്നാക്കാൻ ഞാൻ പോണോ? ഹലോ, ഇതൊക്കെ നല്ല ചോദ്യമാണ്. വെറുതെ അതും ഇതൊക്കെ ചോദിക്കാൻ വന്ന് വെറുതെ സമയം കളഞ്ഞപ്പോഴാണ് ഞാനൊരു ഷൗട്ട് ചെയ്തത്. ആ ഷൗട്ട് ചെയ്തതിന്റെ ഗുണം മനസ്സിലായ ഇനി ചോദിക്കാൻ വരാനിരുന്നവർ പോലും അയാൾക്കിട്ട് കൊട്ടിയത് സത്യത്തിൽ അയാൾക്കല്ല, ഇനി അതേപോലെ വരാനിരിക്കുന്നവർക്കിട്ട് കൊട്ടിയതാ. അപ്പൊ എന്തായി, ബാക്കിയുള്ളവരാണ് നിർത്തി. ഇതാണ് ചിലവർ അങ്ങോട്ട് വരാൻ തുടങ്ങി. മുള്ളാൻ മുട്ടിയാൽ എല്ലാവർക്കും മുള്ളാൻ മുട്ടും. അതൊരു കുഴപ്പമാണ്, അതും ഒരു രോഗമാണ്. ഇത് നല്ല ചോദ്യമാണ്. അവർ വന്ന് ചോദിച്ചു, അവരുടെ ഹസ്ബൻഡിന് ക്രിയാറ്റിൻ 5 something ആണ്, പക്ഷെ ശരീരത്തിലൊരു സിംറ്റംസും ഇല്ല. അയാളൊന്നും വിടുക, ആ വ്യക്തി ഒന്നും ഇവിടെ പോയി. അപ്പൊ ഇയാൾക്ക് 10 ആയിരുന്നു, പക്ഷെ ശരീരത്തിൽ ഒരു പ്രശ്നവും അന്നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയല്ലേ? അന്നേരം ശരീരത്തിന് പറഞ്ഞേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോ അന്നേരം മൂത്രം പോകണ്ടായില്ല, ഇപ്പൊ മൂത്രം അന്ന് മൂത്രം പോകുന്നുണ്ട്, ഇപ്പൊ മൂത്രം പോണതിന് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, മൂത്രം പോകാൻ ബുദ്ധിമുട്ടാണ്. ടാങ്കിൽ വെള്ളമുണ്ട്, പക്ഷെ വെള്ളം പൈപ്പ് തുറന്നപ്പോ പറഞ്ഞില്ല. പൈപ്പ് തുറന്നപ്പോ വെള്ളം പറഞ്ഞില്ല എന്ന്. ഇപ്പൊ കിട്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നോക്കാം, ഇപ്പൊ ഓർഡർ പ്രശ്നമാണെന്ന് നോക്കാം. ടാങ്കിൽ വെള്ളം ഉണ്ടോന്ന് പോലും എനിക്കറിയണ്ട. ഞാൻ ടാപ്പ് തുറക്കുമ്പോ വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ ടാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ട. ആ രാംജി റാവ് സ്പീക്കിങ്ങിൽ പറഞ്ഞില്ലേ നിങ്ങളുടെ ആ മോട്ടർ ഓഫ് ചെയ്യാൻ. അതേപോലെ ടാപ്പ് തുറക്കുമ്പോ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഷവറിൽ കുളിമുറിയിൽ പോയി ഷവർ തുറന്നപ്പോ കുളിക്കാൻ വെള്ളം മുകളിൽ നിന്ന് വീണമെങ്കിൽ, ടോയ്ലറ്റിൽ പോയി ഫ്ലഷ് വർക്ക് ചെയ്തപ്പോ വെള്ളം വരണുണ്ടെങ്കിൽ, ഞാൻ ഇടക്കിടക്ക് പോയി മോട്ടർ പൊക്കിയിട്ട് ഇത് വർക്ക് ചെയ്യണ്ടോന്ന് കുലുക്കി നോക്കണോ? അത് വർക്ക് ചെയ്യണ്ടോന്ന് അറിയാൻ മെക്കാനിക്കിനെ കൊണ്ടൊന്ന് നോക്കണോ? വേണോ? പക്ഷെ ആ വിഡ്ഢിത്തരം കാണിക്കുന്ന കുറെ ആളുകൾ നമ്മൾ ഇപ്പോഴും അളവ് നോക്കിയിട്ട് നമ്മുടെ അവസ്ഥ അറിയാം. ഇയാൾക്ക് ശരീരത്തിൽ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? ശരി, ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇയാൾക്ക് ശരീരത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. മൂത്രത്തിൽ പതയുണ്ടോ? ശരീരത്തിന് പ്രശ്നമില്ല, മൂത്രത്തിൽ പതയുണ്ടോ? ഹലോ, വേദനകളൊന്നുമില്ല, മൂത്രത്തിൽ പതില്ല. വേറെ രോഗമൊന്നുമില്ല. എനിക്ക് തൈറോയിഡില്ല, ഷുഗർ ഇല്ല. ചെക്ക് ചെയ്തിട്ട് എന്റെ പേപ്പർ ചെക്ക് ചെയ്ത പേപ്പർ ശരിയാ.
ബാക്കിയാ പ്രശ്നം. ഇവിടെ ചെക്ക് ചെയ്ത പേപ്പർ കൂടിപ്പോയി, അപ്പൊ ഡയാലിസിസ് ചെയ്തു, ഇപ്പോഴും ഡയാലിസിസ് ചെയ്യുന്നു. എൻ്റെ ഒരു ചോദ്യം, ആ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ശാരീരിക അവസ്ഥയും ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയും ഒന്നാണ്? ശരീരത്തിലെ പ്രശ്നങ്ങൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഷോർട്ടായിട്ട് പറഞ്ഞു. കൂടുകയാണോ, ശരീരത്തിൽ പ്രശ്നങ്ങൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? അത്രേ ഉള്ളൂ. എന്റെ ഇന്ത്യ ഒന്നും പറയാനില്ല, ഞങ്ങൾ ഇത് സ്ഥിരം കാണുന്നതാ. പിന്നെ കണ്ടേ കുട്ടിയൊന്നും പറയണ്ട. ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്തത് എന്തിനാ? ക്രിയാറ്റിൻ 10 എന്ന് പറഞ്ഞു. മൂത്രം പോണ്ടായോ? ചെറിയ പ്രയാസപ്പെട്ട് പോകുന്നുണ്ട്. അല്ല ഇപ്പോഴല്ല, അപ്പൊ മൂത്രം പോണ്ടായോ? മൂത്രം പോണ്ടായി. ശരീരത്തിൽ നീരുണ്ടായിരുന്നോ? ഇല്ല. നീരുണ്ടായിരുന്നില്ല. കിതപ്പുണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടായില്ല. പിന്നെ എന്തിനാ ചെയ്തേന്ന് ചോദിച്ചാൽ അത് വേറെ ഉത്തരവുണ്ട്. അതിന് വേറൊരു ഉത്തരവുണ്ട്. അതാണ് പഠിക്കേണ്ടത്. ആ പഠിക്കേണ്ട ഉത്തരവാണ് പ്രാധാന്യം. മനസ്സിലായോ? അതിന് വേറൊരു ഉത്തരവുണ്ട്, അത് നിങ്ങൾ വായിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അയാൾക്ക് മൂത്രം പോകുന്നുണ്ട്, ശരീരത്തിൽ നീരില്ല, കിതപ്പില്ല, ഫിസിക്കലി പ്രശ്നമൊന്നുമില്ല. അയാളുടെ കിഡ്നി വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ? ഇപ്പൊ കിഡ്നി വർക്ക് ചെയ്യണ്ടോ ഇല്ലേ? പിന്നെ ഇപ്പൊ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ മറ്റേ മോട്ടറാ വർക്ക് ചെയ്യണേ. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ട് എന്നർത്ഥം. നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാ. ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇയാളെ പഠിക്കാനാ. ഇയാളുടെ കെട്ടിയോളം ഒന്ന് പറഞ്ഞോണ്ടാ. 13 കൊല്ലമായിട്ട് ക്രിയാറ്റിൻ 30 ആയാലും നമുക്കെന്താന്നേ? ഹലോ, ക്രിയാറ്റിൻ 30 ആയാലും അവസാന കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്ന ഒരു സാധനമല്ലേ ഡയാലിസിസ്. മൂത്രം പോകാതെ വന്നാൽ ഡയാലിസിസ് ചെയ്യണം. ശരീരത്തിൽ നീര് വന്ന് ഹെവിനെസ് വന്നു, ഫിസിക്കലി പ്രശ്നത്തിലാണെങ്കിൽ ഡയാലിസിസ് ചെയ്യണം. കിഡ്നി പോകുമെന്ന് പറഞ്ഞ് ഇപ്പോഴേ ഡയാലിസിസ് ചെയ്യണോ? ക്രിയാറ്റിൻ കൂടിയത് കൊണ്ടേ കിഡ്നിക്ക് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഡയാലിസിസ് ചെയ്യണോ? അങ്ങനെ ചെയ്ത ആളാണ് നിങ്ങൾ. ഇനി ചെയ്യാൻ പോകുന്ന ആളാണ് നിങ്ങൾ. പോയി. കാരണം നിങ്ങളുടെ ബോഡിയിൽ പ്രശ്നമില്ല എന്ന് പറയരുത്. കാരണം നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ വീക്കാണ്. മൂത്രത്തിൽ പതമുണ്ട് എന്ന് മാത്രമല്ല, തണുപ്പ് വന്നാൽ നിങ്ങൾക്ക് സഹിക്കൂല. തണുപ്പിന് പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരീരത്തിന് കുഴപ്പമില്ല എന്നാണ് കെട്ടിയോട് പറയുന്നത്. ഈ കെട്ടിയോട് പറയുന്നത് കുഴപ്പമുണ്ട്. ഹലോ, കെട്ടിയോക്ക് അറിയില്ല ആ ചൂടും തണുപ്പും. എനിക്കറിയാം ചൂടും തണുപ്പും പൊക്കോ. അപ്പൊ ഇത് ചോദിക്കാനൊന്നും വന്ന് ഇടങ്ങേറാവണ്ട. മനസ്സിലായോ? അയാൾക്ക് തണുപ്പ് കൂടുതലാ ബോഡിക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കുറഞ്ഞു കിടക്കണ ബോഡിയാ, ഒരു ഡേഞ്ചറാ. എന്ന് പറഞ്ഞാൽ അളവിലല്ല കാര്യം, ഫിസിക്കലി പ്രശ്നമുണ്ടോ എന്നോളാം. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഞാൻ നാളെ എന്താ എഴുതണ്ടേന്ന്? എൻ്റെ മോളെ നാളെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അവൻ ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് റിസൾട്ടാ. സെക്സ് ഇല്ലാത്ത ആൾക്ക് സെക്സ് വന്നാൽ റിസൾട്ടാ. അതെങ്ങനെ അറിയാം? ഇന്നലെ ആള് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ പുരുഷനാണെങ്കിൽ സിമ്പിളായിട്ട് അറിയും. ഇത്രയും നാള് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റുക. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സാധാരണ പുരുഷന്റെ ഉദ്ദീപിച്ച് നിന്ന്, അങ്ങനെയല്ലേ മലയാളത്തിൽ, ഉദാഹരണത്തോടെ നിൽപ്പുണ്ടാവും. അത് നിൽപ്പുണ്ടെങ്കിൽ ആരോഗ്യമുള്ളതാണ്. സർക്കുലേറ്ററി സിസ്റ്റം ശരിയാണെന്ന് അർത്ഥം. ഹാർട്ടിന്റെ പൾസ് റേറ്റ്, ഹാർട്ട് ഓക്കെ ആണെന്ന് അർത്ഥം. ഹാർട്ട് വീക്കാണോ, സെക്സ് പോയിട്ടുണ്ട് എന്നർത്ഥം, കാഴ്ച പോയിട്ടുണ്ട് എന്നർത്ഥം, കാഴ്ചക്ക് ബാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇതൊക്കെ മാറ്റുണ്ടായാൽ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിനക്കല്ലേ അറിയുള്ളൂ. പിന്നെ വേറെ അപ്പുറത്തിരിക്കുന്നവർക്ക് അറിയാം. ഹലോ, മനസ്സിലായ? ഇതൊരാളോട് പറഞ്ഞാലേ എല്ലാവരോടും പറയണേ. എനിക്ക് നാളെ മാറ്റം, ഞാനെന്തൊന്നും എഴുതണ്ടേ? ഞാനിവിടെ രോഗത്തിനൊന്നല്ല വന്നേ എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ ഈ വന്നവർക്കൊക്കെ എഴുതാനുണ്ടാവും. രാത്രി ഉറക്കത്തിന്റെ ഇടയിൽ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുന്ന സ്വഭാവമുള്ളവര് ആ രാത്രി ഉറക്കത്തിന്റെ ഇടയിൽ മൂത്രം ഒഴിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം എഴുന്നേറ്റ ആൾ 1 പ്രാവശ്യത്തിലേക്ക് ചുരുങ്ങിയാൽ അത് റിസൾട്ടാണ്. ഹലോ, റിസൾട്ടാണോ? അല്ലോ. നടക്കുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പുണ്ട്, നെഞ്ചിൽ ഭാരം ഉണ്ടായ ആള് ഇപ്പൊ നടക്കാൻ വലിയ കുഴപ്പമില്ല. ഈ പഹയം നടന്നു നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ നടന്നു നോക്കണം. നേരത്തെ നടക്കുമ്പോൾ കിതപ്പുണ്ടായെങ്കിൽ നീ എന്ത് ചെയ്യണം? നാളെ ഒന്ന് നടന്നു നോക്കിയേക്കണം. അപ്പൊ
അപ്പൊ കിതപ്പുണ്ടോന്ന് അറിയും. അപ്പോഴാണ് ബുക്കിൽ മാറ്റങ്ങൾ എഴുതാൻ പറ്റുക. ഒരാൾ ചോദിച്ചതിന് ടോട്ടൽ ഉത്തരം കിട്ടിയാൽ ഭയങ്കര ഗുണം ചെയ്തു, നല്ല ചോദ്യം ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ക്രിയാറ്റിൻ കൂടുതലാണ്. പ്രശ്നങ്ങളില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ക്രിയാറ്റിൻ 2 ഉള്ളൂ. ഫിസിക്കലി പ്രശ്നമാണ്, മൂത്രം പോകാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ശ്വാസം മുട്ടുണ്ട്, ഛർദിലുണ്ട്, കണ്ടപ്പോൾ ഛർദിക്കുന്നു, എങ്കിൽ അവർക്ക് ഡയാലിസിസ് ചെയ്യാം. അല്ലാതെ ക്രിയാറ്റിൻ 30 ഉള്ള ആളെ 33 ഉള്ള ആളെയൊക്കെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ക്രിയാറ്റിൻ 17 തുടങ്ങിയിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം അയാൾ ഫിസിക്കലി ഓക്കെ ആയി. അതിന് മുമ്പ് വരുമ്പോൾ ശരീരം മുഴുവൻ നീര്, കവിള് മുഴുവൻ നീര്, മൊത്തത്തിൽ നീരായിട്ട് വന്നു. അങ്ങനെ ആടി വന്നേ. ഇപ്പൊ അയാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അയാളുടെ നടത്തം ശ്രദ്ധിച്ചാലറിയാം അയാള് ആടിയായി. എന്നാൽ ഡയാലിസിസ് തുടങ്ങുന്നതിന് മുമ്പ് അതല്ലായിരിക്കും. ഇപ്പൊ ആട്ടം തുടങ്ങിയതാ. അപ്പൊ ഗുണമില്ലേ ഡയാലിസിസ് കൊണ്ട്? നല്ല ഗുണത്തില. അപ്പൊ ഇപ്പോഴാണ് 13 ഉള്ള ആളെ കണ്ടെന്ന്. ക്രിയാറ്റിൻ 13 മേലെയുള്ള ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്ക്. 13 മേലെയുള്ള എത്ര 14 ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ക്രിയാറ്റിന് വേണ്ടി മരുന്ന് കുടിച്ചവരൊന്നും എഴുന്നേറ്റുന്നേ. ഭയങ്കര ഒരു കോമഡിയോട് കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ക്രിയാറ്റിന് വേണ്ടി മരുന്ന് കുടിച്ചവർ, നിങ്ങൾക്ക് മരുന്ന് കുടി തുടങ്ങി. ക്രിയാറ്റിന് വേണ്ടി മരുന്ന് കുടി തുടങ്ങിയതിന് ശേഷം ക്രിയാറ്റിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് നടക്കേണ്ടത്. നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു? കുറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നായിരുന്നു. പക്ഷെ മരുന്ന് കുടിക്കണം എന്തായിരുന്നു? നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നോ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നോ? കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കൈവയ്ക്ക്. ഹലോ, ഈ നിൽക്കണവരൊക്കെ ഒന്ന് നോക്കിയേ, നല്ല മനുഷ്യന്മാരാ നിൽക്കണേ. ഇവരുടെ ബുദ്ധിയാ മനസ്സിലാവണ്ട. താത്ത് ക്രിയാറ്റിൻ കുറക്കാൻ നടക്കുന്ന വിവരമുള്ളവരാ. ഇനി നമ്മളും അങ്ങനെ ആവാനുള്ളതാ. ഹലോ, മിണ്ടല്ലേ ചേട്ടാ. എന്താണ് ക്യാമറമാനോടാണോ സംശയം ചോദിക്കണേ? എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം ഞാൻ ആരാണെന്ന്. നീ അറിഞ്ഞില്ലെങ്കിൽ ആ സാരമില്ല, മിണ്ടാതിരിക്കും. ഒന്നും പറയില്ല. ഇവിടെ പറയണ കേട്ടാൽ തന്നെ ലാഭമായി. എന്താ ഈ നിന്ന ആളുകള് സത്യത്തിൽ ക്രിയാറ്റിൻ കുറക്കാൻ കൽബ് തുറന്നിരുന്നാൽ, ഹൃദയം തുറന്നിരുന്നാൽ അധികമൊന്നും പിന്നെ വർത്താനം പറയണ്ട. പിന്നെ ചോദ്യവും ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞ ചോദ്യവും ഇല്ല. ഇവരൊക്കെ ക്രിയാറ്റിൻ കുറക്കാൻ വേണ്ടി മരുന്ന് കുടിച്ചതാ. എന്നിട്ട് ഇപ്പൊ ഡയാലിസിലേക്ക് എത്തി, ക്രിയാറ്റിന്റെ അളവ് കൂടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്തു. ബുദ്ധിയുള്ള ചികിത്സ നടക്കേണ്ടതല്ലേ? ഹലോ, അപ്പൊ എന്താണോ കഴിച്ചത്, എന്തിനാണോ കഴിച്ചത്, അത് എന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം നീ അതിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. എന്തായാലും ക്രിയാറ്റിനായാലും ഷുഗറായാലും പ്രഷറായാലും അളവുകോലിനെ നീ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള എല്ലാവരുടെയും അളവ് ഒന്നാണെന്നുള്ള സയൻസ് അത് നീ ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വായിക്കണം. അളവ് ലോകത്തുള്ള എല്ലാവരുടെയും അളവ് ഒന്നാണ് എന്നുള്ള സയൻസ് നീ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്യണം. ഇന്ത്യക്കാരന്റെയും പാകിസ്ഥാൻകാരന്റെയും അളവ് ഒന്നായിരിക്കുമോ? ഹലോ, നമ്മൾ പാകിസ്ഥാൻകാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. വേണ്ട, നമ്മുടെ സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യൻകാരന്റെയും ഫിസിക്കൽ ഫിറ്റ്നസ് സെയിം ആണോ? അപ്പൊ പിന്നെ സിഖുകാരന്റെയും നമ്മുടെ ഒന്നാണോ? ചൈനക്കാരനെ നമ്മുടെ ഒന്നാണോ? സോമാലിയക്കാരനെ നമ്മുടെ ഒന്നാണോ? നീഗ്രോസിന്റെ സെയിം നമ്മളെ ഒന്നാണോ? ഫിസിക്കലി എത്രയോ മാറ്റങ്ങളുണ്ട്. ലോകത്തുള്ള എല്ലാവരുടെയും അളവ് 1 എന്ന് പറയുന്ന സയൻസ് എങ്ങനെ ശരിയാവാം? അളവിനെ ശരിയാക്കാൻ പോകുന്ന പൊട്ടൻ, എടാ പൊട്ട, നീ അളവിനെ ശരിയാക്കാൻ പോകുമ്പോ നീ കുഴിയിലേക്കാണ് പോണേ എന്നുള്ള ബോധം നിനക്കുണ്ടായാൽ അന്ന് നീ നന്നാവും, സമൂഹവും നന്നാവും. അതായത് മഹലിൽ ഇങ്ങനെ തെണ്ടേണ്ടി വരില്ല. അതായത് മഹലിൽ വലിയ വലിയ തെണ്ടലുകളാണ് നടക്കണേ, കിട്ടിക്ക് വേണ്ടി തെണ്ടണ്. എന്നിട്ട് അത് നന്മയത്രേ. കഴിക്കണ സാധനങ്ങൾ എന്ത് എന്ന് തിരിയാതെ അങ്ങടെ ആലച്ചും പൊട്ടി കഴിക്കുകയും ചെയ്യും. അളവ് കോല് തിരിയാനും പോവും. എന്നിട്ട് അളന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കബറിലേക്ക് കൊണ്ടുപോകാനാ. നിന്റെ സർട്ടിഫിക്കറ്റേ അളന്ന് കൊണ്ടുപോകാനാ. എന്തെങ്കിലും ഷുഗറിനെ അളന്നിട്ട് ആ അളവ് പോലും നന്നായിട്ടുണ്ടോ? ഈ അളക്കണോ എനിക്ക് എന്നെ അറിഞ്ഞൂടെ, ഇത് മാറൂലാന്ന്.
എന്നിട്ട് ഈ അളക്കുമ്പോറും മരുന്ന് കുടിക്കുന്നുണ്ട്, ചായക്ക് മധുരവും ഇടണില്ല. എന്നിട്ട് അളവ് പോലെ നോക്കുമ്പോൾ അളവ് ബാലൻസുമാണ്, മരുന്നിന്റെ അളവ് കൂടുന്നുണ്ട്, ശരീരത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ നമ്മളെ കഴുതാന്ന് വിളിച്ചാൽ കഴുത ചവിട്ടും. ഹലോ, അത് തിരിഞ്ഞു കിട്ടിയാൽ ശരിയായി. ക്ലിയർ? ഇനി സംശയം തിരിച്ചു ചോദിക്കാൻ എന്താ? സന്തോഷത്തിൽ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, പറഞ്ഞു തീർക്കട്ടെ. 6 മണിക്ക് നമുക്ക് നിർത്തണം. 1 മണിക്കൂറാണ് ട്രീറ്റ്മെന്റ് ടൈം. അപ്പൊ നിസ്കാരം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, കാരണം അത് നിങ്ങളുടെ സാധനമാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിറവേറ്റേണ്ടതാണ്. ഒക്കെ ഞാൻ എഴുതി വിട്ടിരുന്നു. അത് ചിലവർ വന്ന് ചോദിക്കുമെന്നറിയാം. യാത്രക്കാർക്കുള്ളതൊക്കെ യാത്രക്കാർ നേരത്തെ ചെയ്തു വെക്കേണ്ടതാണ്. ഇവിടെ ട്രീറ്റ്മെന്റിന്റെ ടൈം 6 മണി വരെ ഉണ്ടാവുമെന്ന് നമ്മൾ അറിയിച്ചിരുന്നു. അപ്പൊ അതിന് വേണ്ട പണിയൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഓപ്പറേഷൻ നടക്കുമ്പോൾ, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിസ്കരിക്കേണ്ടി വരികയാണെങ്കിൽ അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഞാനൊക്കെ ജാഹിലായതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. 5 മണിക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങും. പക്ഷേ ഇപ്പൊ ഇറങ്ങിയാൽ ഒരു 10 മിനിറ്റ് 55-ന് നിങ്ങൾ കയറണം. ചികിത്സിക്കാനുള്ള ഒരു കയറിയാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. പിന്നെ പോകുന്നവർ അടുത്തിരിക്കണവരുടെ കയ്യിലേക്ക് ടോക്കൺ കൊടുത്തിട്ട് പോയാൽ ആ സീറ്റ് പോകൂല. എഴുന്നേറ്റ് പോകുമ്പോൾ സീറ്റ് പോകാതിരിക്കാൻ നിങ്ങളുടെ ടോക്കൺ തൊട്ടടുത്തിരിക്കുന്നവർ എഴുന്നേറ്റ് പോകണില്ലെങ്കിൽ അവരിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ പുറകിലിരിക്കുന്ന ആൾ വന്നിട്ട് ഈ ചെയറുകളിലേക്ക് കയറിയിരിക്കും. പോയിട്ട് ചായ കുടിക്കണോ ജ്യൂസ് കുടിക്കണോ പെട്ടെന്ന് കുടിക്കുക. ടോയ്ലറ്റ് കുറവാണ്. രോഗികൾ ആദ്യം ടോയ്ലറ്റിൽ പോവുക. രോഗികളല്ലാത്തവർ കുറച്ച് നേരോട് പിടിച്ചിരിക്കുക. കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ പള്ളി ടോയ്ലറ്റ് ഉണ്ട്, അപ്പൊ അവിടെ യൂസ് ചെയ്യാം. കൊടുക്കുക. അറ്റത്തുള്ളവർ ഇങ്ങേ അറ്റത്തേക്ക് കൊടുക്കുക. അവരവരുടെ കയ്യിലെ പിടിച്ചിരിക്കാതെ അരികത്തേക്ക് കൊടുക്കുക. വേഗം കൊടുക്കുക. ടോക്കൺ പോയവര് ഇനിയിപ്പോ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ കാര്യം നോക്കുക. പോയി എങ്കിൽ പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരവിടെ ഇരിക്കുക. ഫീസ് അടക്കാത്തവര് ക്യാഷ് കൊടുക്കുക. ക്യാഷ് കൊടുത്ത് ഫീസ് കൊടുത്തവര് കണ്ണടച്ചോ. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി താഴെ വെക്കുക. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി താഴെ വെക്കുക. ഇവിടെയൊക്കെ കുറെ സീറ്റുകൾ ഫ്രീ ഉണ്ട്. രോഗികളുടെ കൂടെ വന്നവർ പുറത്തിറങ്ങുക. നേരത്തെ പറഞ്ഞതല്ലേ, രോഗികളുടെ കൂടെ വന്നവർ പുറത്തിറങ്ങുക. രോഗികൾ മാത്രം ഇരിക്കുക. ടോക്കൺ കളക്ട് ചെയ്യല്ലേ മിതു? ടോക്കൺ കളക്ട് ചെയ്യല്ലേ? ഇതിൽ രോഗികളല്ലാത്തവരുണ്ടാവും. ക്ലിയർ ആണോ അവിടെ? അതെന്തേ നിങ്ങളോടൊന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? വേഗം ഒന്ന് സെറ്റ് ചെയ്യാം. പുറകിലിരിക്കണവര് ഫ്രണ്ടിലുള്ള ചെയറുകളിലേക്ക് വന്നിരിക്കുക. ബാഗുകൾ വെച്ചേക്കണവര് ബാഗുകളൊക്കെ ചെയറിൽ നിന്ന് മാറ്റി വെക്കുക. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി നിങ്ങളുടെ ചെരുപ്പ് ഊരി ചെയറിൻ്റെ അടിയിൽ വെക്കുമ്പോൾ ആ ചെയറിൻ്റെ അടിയിലേക്ക് തന്നെ മൊബൈൽ വെക്കുക. പോക്കറ്റിൽ മൊബൈൽ ഉണ്ടാകരുത്. പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിൽ പേഴ്സ് വെക്കുന്നവരാണെങ്കിൽ ആ പേഴ്സ് മാറ്റി ഫ്രണ്ടിലേക്ക് വെക്കുക. പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിൽ പേഴ്സ് വെക്കരുത്. കൈ രണ്ടും മടിയിൽ മലർത്തി വെച്ച് ചാരി ഇരുന്ന് ഉറങ്ങുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഫീസ് കൊടുക്കാത്തവർ എന്ന് പറഞ്ഞാൽ ടോക്കൺ കൊടുക്കാത്തവർ കണ്ണടക്കണ്ട. ടോക്കൺ കൊടുത്തവർ കണ്ണടക്കുക. അവർ ഉറങ്ങിപ്പോയതാണോ? ആ ചോദിച്ചാണ്. ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ അവരവരുടെ ബോഡിയിൽ വന്നാൽ അവരൊന്ന് ഭയക്കാതിരുന്നാൽ മതി. ചില ആളുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത വരും. അങ്ങനെ വന്നാൽ അവരവിടെ തന്നെ ഇരിക്കുക, അസ്വസ്ഥതകൾ മാറുന്നത് വരെ. ചിലർക്ക് വയറ്റിൽ കിടന്ന് ഉരുണ്ടുമറിയും, ചിലർക്ക് നെഞ്ചി കിടന്ന് ഉരുണ്ടുമറിയും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ അസ്വസ്ഥത മാറുന്നവരെ കണ്ണടച്ചന്നെ ഇരിക്കുക. അടുത്തിരിക്കണവരൊന്നും വിളിക്കണമെന്നില്ല. പിന്നെ പുറത്തേക്ക് പോയവര്
പുറത്ത് നിൽക്കുന്നവര് ആ വാതക്കയിൽ നിന്ന് മാറി നിൽക്കലാണ് നല്ലത്. ആ വാതക്കെ ജനലക്കൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കണവര് നേരെ പോയാൽ ട്രീറ്റ്മെന്റ് സ്പീഡാവും. നിങ്ങൾ നോക്കിയാൽ ട്രീറ്റ്മെന്റ് 6.25 ആയാലും തീരൂല. കാരണം നിങ്ങളുടെ കണ്ണുകളെ അതിജയിക്കാൻ ഞങ്ങൾ വേറെ പണിയെടുക്കണം. കണ്ണടച്ചിരിക്കണവരെ ട്രീറ്റ്മെന്റ് ചെയ്യണവും കണ്ണ് തുറന്നിരിക്കണവരെ നോട്ടത്തെയും പ്രതിരോധിക്കൽ രണ്ടും കൂടി നടത്തുമ്പോൾ ഇവിടെ സ്പീഡ് കുറയും. അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. ടൈം എന്തായാലും കൂടും. ഇപ്പൊ തന്നെ 5:15 തീരുമ്പോ 6:15 ചിലപ്പോ 6:30 ആവും. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാര് വായു പൊളിച്ച് ഇങ്ങോട്ട് നോക്കി നിൽക്കാതെ ടോക്കൺ കൊടുക്കാത്തവർ വേഗം കൊടുക്കുക. എണ്ണം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ അരികിൽ ഇരിക്കുന്നവര് ടോക്കൺ മേടിക്കാൻ വരുന്നവരുടെ ആ വഴിയിൽ അരികിൽ ഇരിക്കുന്നവരിലേക്ക് അറ്റത്തിരിക്കുന്നവർ കൈ രണ്ടും മടിയിൽ മലർത്തി വെച്ച് കണ്ണടച്ചിരിക്കുമ്പോ കണ്ണട മാറ്റിയിട്ടുണ്ടാകണം. കണ്ണിന്റെ കാഴ്ചക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്നവർ കണ്ണട 21 ദിവസത്തേക്ക് വെക്കാതിരിക്കലാണ് നല്ലത്. കണ്ണിന്റെ കണ്ണട വെക്കാതിരിക്കലാണ് നല്ലത്. ഇനി കണ്ണട വച്ചു വെച്ച് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണട മാറ്റാൻ ആഗ്രഹമുള്ളവര് 21 ദിവസത്തേക്ക് കണ്ണട വെക്കാതിരുന്നാൽ പിന്നെ ആ കണ്ണട ആവശ്യം വരില്ല. കണ്ണട വെക്കുന്നതും കണ്ണിന്റെ കാഴ്ചശക്തി 21 ദിവസത്തേക്ക് കണ്ണട വെക്കാതിരിക്കുക. കണ്ണും വീഴ്ചിരിക്കാതിരിക്കുക, കണ്ണടച്ചിരിക്കുക. ടോക്കൺ കൊടുത്തിട്ടില്ല. ടോക്കൺ കൊടുക്കാത്തവരോട് ഇരിക്കാനുള്ള ആളുകൾ അത് മേടിച്ചു. ടോക്കൺ കൊടുക്കാത്തവർ കണ്ണടക്കണ്ട. അവരൊന്ന് കൈ പൊക്കി പിടിച്ച് അവിടെ ഒരാളുണ്ട്. നമ്മൾ കൊണ്ടുവരും. ടോക്കൺ പൊക്കി പിടിച്ചാൽ കൊണ്ടുവരും. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി ഉറപ്പാക്കുക. അത് പോക്കറ്റിൽ ഉണ്ടാകരുത്. അതൊരു എനർജിയാണ്. മുഖത്ത് ഫ്ലാസ്ക് വെച്ചവർ മാറ്റുക. അതിനെ നിങ്ങൾ മനസ്സിലാവുള്ളൂ.